ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 116. ലുത്തിനിയായെ കുറിച്ചുള്ള ധ്യാനം 29. ലുത്തിനിയയിലെ വാഴ്ത്തുമൊഴികളിൽ 26-ാമത്തെ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം, കോസ് ഓഫ് അവർ ജോയ്. ലത്തീനില് കാവുസ നോസ്ത്രേ ലെത്തീസിയേ, കാവുസ നോസ്ത്രേ ലെത്തീസിയേ. നമ്മുടെ സന്തോഷത്തിന്റെ കാരണമാണ് മറിയം. ഏത് തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയുന്നത്? ഗബ്രിയേൽ മാലാഖ മറിയത്തിന് അടുക്കൽ വന്ന് പറഞ്ഞു. ഗ്രീക്കിലാണ് ലൂക്ക സ്വീകരിക്കുന്നത്. അത് ഹൈറേ കഹരിത്തോമനെ, ലൂക്ക 1:28. ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവളെ സ്വസ്തി എന്നാണ് നമ്മൾ തർജ്ജമ ചെയ്യുന്നത്. പലപ്പോഴും ദൈവകൃപ നിറഞ്ഞവളെയും തർജ്ജമ ചെയ്യാറുണ്ട്. ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെന്നാണ് കുറച്ചുകൂടി നല്ല പരിഭാഷ. സ്വസ്തി എന്നാണ് നമ്മൾ ഹൈറ എന്ന വാക്ക് തർജ്ജമ ചെയ്യുന്നത്. കഹരിത്തോമനെയാണ് ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവള്. ഹൈറ എന്ന വാക്കിന് സ്വസ്തി എന്നാണ് തർജ്ജമ ചെയ്യണേ. പക്ഷെ ഗ്രീക്കിൽ അതിന് ആക്ഷരികമായ അർത്ഥം റിജോയ്സ് എന്നാണ്. റിജോയ്സ്, ആനന്ദിച്ചാലും, ആനന്ദിച്ചാലും. അപ്പോൾ ഈ ആനന്ദിച്ചാലും ഹെബ്രായരുടെ അഭിസംബോധന ഷാലോമാണ്. അപ്പൊ ഷാലോമും ഈ ആനന്ദിച്ചാലും ഇതൊക്കെ ചേർത്തിട്ടാണ് സ്വസ്തി എന്ന് തർജ്ജമ ചെയ്യണേ. അത് തെറ്റൊന്നുമല്ല. പക്ഷെ ഹൈറ എന്ന ഗ്രീക്ക് വാക്കിന് ആനന്ദിച്ചാലും സന്തോഷിച്ചാലും എന്നാണ് ശരിക്കുള്ള അർത്ഥം. അപ്പൊ പുതിയ നിയമം ആരംഭിക്കുന്നത് ആ ഫസ്റ്റ് വാക്ക്, പുതിയ നിയമത്തിൽ എഴുതപ്പെട്ടതല്ല, പുതിയ ഉടമ്പടി ആരംഭിക്കുന്നത് ഹൈറ എന്ന വാക്കിലാണ്. ആനന്ദിച്ചാലും. ആരോടെ പറയണേ? ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയാണ്, ഹൈറേ കഹരിത്തോമനെ, ആനന്ദിച്ചാലും ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ. ആനന്ദിച്ചാലും ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ. ആനന്ദിച്ചാൽ എന്ന വാക്കിലാണ് പുതിയ ഉടമ്പടി ആരംഭിക്കുന്നത്. അത് ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ അകത്ത് ചെന്ന് പറയാണ്, ആനന്ദിച്ചാലും. പുതിയ ഉടമ്പടിയുടെ ആദ്യത്തെ വാക്കാണത്. പുതിയ നിയമത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ വാക്കല്ല, പുതിയ ഉടമ്പടി ആരംഭിക്കുന്നത്. ഇതൊക്കെ ആരംഭിച്ചിട്ട് കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ എഴുതപ്പെടുന്നത്. അപ്പൊ പുതിയ നിയമം ആരംഭിക്കുന്ന വാക്ക് ഗബ്രിയേൽ മാലാഖ, ദൈവം അയച്ച ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറയുന്ന ആനന്ദിച്ചാലും സന്തോഷിച്ചാലും എന്ന വാക്കിലാണ് ഹൈറേ. നമ്മുടെ സന്തോഷത്തിന്റെ കാരണം മറിയമാണ്. പുതിയ ഉടമ്പടി ആരംഭിക്കുന്ന അവളിലാണ്. ഈ ആനന്ദം എന്ന വാക്കിലാണ്. ഈ മറിയത്തോടുള്ള ഗബ്രിയേൽ മാലാഖയുടെ വന്ദനം അത് സെഫാനിയയുടെ ഭൂതകാല പ്രവചനത്തെ വർത്തമാനത്തിൽ കൊണ്ടുവന്നിട്ടാണ്. കാരണം സെഫാനിയയുടെ പുസ്തകത്തിൽ പ്രവചനത്തിൽ 3-ാമത്തെ അധ്യായം 14 മുതൽ 17 വരെ, സിയോൻ പുത്രി ആനന്ദിച്ചാലും ഇസ്രായേലെ ആർത്ത് വിളിച്ചാലും ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട്. ഇതാണ് സെഫാനിയ 3:14-17. സിയോൻ പുത്രി ആനന്ദിച്ചാലും, ആനന്ദിച്ചാലും സിയോൻ പുത്രി, ആർത്ത് വിളിച്ചാലും ഇസ്രായേലെ. എന്തിനാണ് ആനന്ദിക്കാനുള്ള വകുപ്പെന്താണ്? ആർത്ത് വിളിക്കാനുള്ള വകുപ്പെന്താണ്? ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട്. സിയോൻ പുത്രിക്ക് ആനന്ദിക്കാനുള്ള സത്താപരമായ കാരണം ആ പാഠത്തിലുണ്ട്. എന്താണ്? കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട്. സെഫാനിയ 3:15-17. മധ്യത്തിൽ നമ്മൾ തർജ്ജമ ചെയ്യുന്നതാണ്. ശരിക്കും ആക്ഷരികമായിട്ട് മൊഴിമാറ്റം ചെയ്താൽ കർത്താവ് നിന്റെ ഉദരത്തിലുണ്ടെന്നാണ്. നമ്മുടെ മനുഷ്യന്റെ ഒത്ത നടുക്കാണ് ഉദരം. അപ്പോ മധ്യം എന്ന് പറയുന്നത് മനുഷ്യന്മാരെ ബന്ധപ്പെട്ടാണ് ഹീബ്രു ലാംഗ്വേജ്. ഇപ്പം നദീതടം എന്നല്ല പറയാ, നദിയുടെ മടിത്തട്ടെന്നാണ് ഹീബ്രുവിൽ പറയാ. നിന്റെ മകൾ എന്നല്ല പറയാ, ദ ഫ്രൂട്ട് ഓഫ് ദൈ ലോയിൻ. നിന്റെ മകൻ എന്നല്ല പറയാ, നിന്റെ ഫ്രൂട്ട് ഓഫ് ദൈ ലോയിൻ. അപ്പനോട്, അമ്മയോട് ദ ഫ്രൂട്ട് ഓഫ് ദൈ വൂംബ. ദ ഫ്രൂട്ട് ഓഫ്, ഇല്ലേ നമ്മള് നന്മ നിറഞ്ഞ പറയുമ്പോൾ സ്വത്തിക്കകത്ത് എന്താ പറയുന്നത്? നിന്റെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിന്റെ ഉദരത്തിൻ ഫലം. അപ്പൊ അമ്മയോട് പറയുകയാണെങ്കിൽ നിന്റെ ഉദരത്തിൻ ഫലം എന്ന് പറയാ. അപ്പനോട് പറയുകയാണെങ്കിൽ നിന്റെ നാഭിയുടെ ഫലം. ഈ സത്യവേദ പുസ്തകത്തിൽ കുറച്ചും കൂടി നല്ല വാക്കാണ്, പക്ഷെ അത് സഭ്യമല്ലെന്ന് തോന്നുന്നുണ്ട് ഞാൻ പറയാണ്ടിരിക്കുക. നിന്റെ കടിപ്രദേശത്തിന്റെ ഫലമെന്നാണ്. നിന്റെ കടിപ്രദേശം, അതാണ് സത്യവേദ പുസ്തകത്തിൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. കുറച്ച് കറക്റ്റ് അതാണ്. ഈ നാഭി എന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ കുറച്ചുകൂടി താഴെയാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. നാഭി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൊക്കൽക്കുടി അല്ല, അതിനേക്കാൾ കുറച്ചുകൂടി താഴെ. അപ്പോ സത്യവേദ പുസ്തകത്തിൽ കടിപ്രദേശം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിന്റെ കടിപ്രദേശത്തിന്റെ ഫലം. അത് സ്ത്രീയോടാണെങ്കിലും പുരുഷനോടായാലും അങ്ങനെ പറയാ. എന്ന് വെച്ചാൽ മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഹീബ്രു ലാംഗ്വേജ് മുഴുവൻ. അതാണ് ഇത്രയും കോൺക്രീറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. വളരെ മൂർത്തമായ ഭാഷയാണ്. ആബ്സ്ട്രാക്ട് ആയിട്ട് ഗ്രീക്കിന്റെ പോലെ ആബ്സ്ട്രാക്ട് അല്ല. എനിവേ, അപ്പോൾ നിന്റെ ഉദരത്തിലുണ്ട്, നിന്റെ കർത്താവ് നിന്റെ ഉദരത്തിലുണ്ടെന്നാണ്. അത് മറിയത്തോട് പറയുമ്പോൾ അത് വെറും ഒരു ആശംസയല്ല, സത്യമാണ്, യാഥാർത്ഥ്യമാണ്.
അതുകൊണ്ട് തന്നെ ആനന്ദിച്ചാലും സിയോൻ പുത്രി, ഇപ്പം മറിയമാണ് സിയോൻ പുത്രി, ആനന്ദിച്ചാൽ ആർത്തു വിളിച്ചാലും ഇസ്രായേലേ, മറിയമാണ് ഇസ്രായേല്. എന്തിനാണ് നീ ആനന്ദിക്കുന്നത്? എന്തിനാണ് നീ ആർപ്പ് വിളിക്കുന്നത്? നിന്റെ ഉദരത്തിൽ കർത്താവുണ്ട്. അപ്പം മറിയത്തിന് സന്തോഷിക്കാനുള്ള വക കർത്താവായ യേശു അവളുടെ ഉദരത്തിലുണ്ടെന്നാണ്. അത് അവൾക്ക് വേണ്ടിയാണോ? അവൾക്ക് വേണ്ടി മാത്രമാണോ? അല്ല, മനുഷ്യവംശത്തിന് മുഴുവൻ വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. ദൈവം മനുഷ്യനാകുന്നത്, മറിയത്തിൽ ജനിക്കുന്നത് നമുക്ക് വേണ്ടിയാ. നമ്മുടെ സന്തോഷത്തിന്റെ കാരണം മറിയമാണ്. ആനന്ദിച്ചാലും മറിയമേ എന്ന് പറയുന്നത്, സിയോൻ പുത്രിയെ ആനന്ദിച്ചാലും ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവൾ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി കൂടിയല്ലേ? അതുകൊണ്ട് തന്നെ മറിയം എഴുന്നേറ്റ് എലിസബത്തിന്റെയും സക്കറിയാസിന്റെ എലിസബത്തിന്റെയും വീട്ടിൽ ചെന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ മറിയത്തിന് അഭിവാദനം എലിസബത്ത് കേട്ടപ്പോൾ ശിശു അവളുടെ ഗർഭത്തില്, ആരുടെ? എലിസബത്തിന്റെ ഗർഭത്തിൽ തുള്ളിച്ചാടി. എന്തിനാണ് തുള്ളിച്ചാടിയെന്ന് അവൾ തന്നെ പറയുന്നുണ്ട്. നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികൾ പതിച്ചപ്പോൾ ശിശു എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. അപ്പൊ മറിയത്തിന്റെ ഗർഭത്തിൽ കർത്താവുണ്ട്. ആ സാന്നിധ്യത്തില്, അതായത് മറിയത്തിന്റെയും കർത്താവിന്റെയും സാന്നിധ്യത്തില് എലിസബത്തിന്റെ ഗർഭത്തിലെ ശിശു തുള്ളിച്ചാടി. അത് ആനന്ദം കൊണ്ട് തുള്ളിച്ചാടിയെന്ന് എലിസബത്ത് തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ആനന്ദത്തിന്റെ കാരണം മറിയമല്ലേ? മറിയത്തിന്റെ ഗർഭത്തിലുള്ള കർത്താവല്ലേ? എന്നിട്ട് ഈ മറിയം കർത്താവിനെ പ്രസവിക്കുന്നു. അപ്പോൾ മാലാഖ ചെന്നിട്ട് ആട്ടിടയന്മാര് പറയാണ്, വലിയ ആനന്ദത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ലൂക്ക 2:10. വലിയ ആനന്ദത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന് വിശുദ്ധ രാത്രിയിൽ ആട്ടിടയന്മാർക്ക് സന്ദേശം കിട്ടുമ്പോൾ ആനന്ദിച്ചാലും എന്ന വാക്ക് വീണ്ടും ദൈവദൂതന്റെ വാക്കിൽ നിന്ന് വരികയാണ്. ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, ആനന്ദിച്ചാലും ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ. ഇപ്പൊ മാലാഖ ആട്ടിടയന്മാര് പറയാണ്, വലിയ ആനന്ദത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾക്കായി രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അപ്പോ വീണ്ടും ആനന്ദത്തിലാണ് ഈ പുതിയ ഉടമ്പടി ആരംഭിക്കുന്നത്. ആനന്ദത്തിലാണ് പുതിയ ഉടമ്പടി തുടക്കമിടുന്നത്. അത് മറിയത്തിൽ ആരംഭിക്കുന്നു. അതുകൊണ്ട് മറിയം നമ്മുടെ സന്തോഷത്തിന്റെ കാരണമാണ്. അപ്പോ ഇത് സുവിശേഷത്തിന്റെ തുടക്കം. അവസാനം നോക്കുക, യോഹന്നാന്റെ സുവിശേഷം 16:20 പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളെ എടുത്ത് കളയുകയില്ല. കർത്താവ് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുമ്പോൾ പറയുന്ന സംഗതിയാണ്. ആനന്ദം എന്നത് പരിശുദ്ധാത്മാവിനുള്ള മറ്റൊരു വാക്കാണ്. ആനന്ദം എന്ന് പറയുന്നത് പരിശുദ്ധാത്മ മറ്റൊരു വാക്കാണ്. നിങ്ങൾ സന്തോഷിക്കും, ഞാൻ നിങ്ങളെ വീണ്ടും കാണും, നിങ്ങൾ സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ആരും എടുത്ത് കളയില്ല, കാരണം പരിശുദ്ധാത്മ നിങ്ങളിൽ വരും. അതാണ് ആനന്ദം. ലൂക്ക 24:50. അനന്തരം ഈശോ അവരെ ബഥാനി വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു, അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. യഹോവ സാക്ഷികളെ കേൾക്കണേ, ഈശോയെ അവർ ആരാധിച്ചു. ഈശോ ദൈവമല്ലെന്നും പറഞ്ഞ് നിങ്ങൾ നടക്കുകയാണല്ലോ. അവർ അവനെ ആരാധിച്ചു. മഹാസന്തോഷത്തോടെ അവർ യെറൂസലേമിലേക്ക് മടങ്ങിപ്പോയി. അവർ സദാസമയം ദേവാലയത്തിൽ നിന്ന് ദൈവത്തെ വാഴ്ത്തി. മഹാസന്തോഷത്തോടെ അവർ യെറൂസലേമിലേക്ക് മടങ്ങിപ്പോയി. സാധാരണ പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട് നമുക്ക് ദുഃഖം ഉണ്ടാക്കേണ്ടത്. ഇവർക്ക് ഈശോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ മഹാസന്തോഷമാണ്. കാരണം എന്താ? അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ആത്മാവായിട്ട് അവനിലേക്ക് വന്നു. മഹാസന്തോഷത്തിന്റെ ആത്മാവായിട്ട്, പരിശുദ്ധാത്മാവായിട്ട്. സുവിശേഷം അവസാനിക്കുന്നത് സന്തോഷത്തിലാണ്, ആരംഭിച്ചത് സന്തോഷത്തിലാണ്, അത് മറിയത്തിലാണ്. അപ്പോൾ മറിയമല്ലേ നമ്മുടെ സന്തോഷത്തിന്റെ കാരണം? ഇതിൽ കൂടുതൽ തെളിവ് വേണോ? ഒരുപാട് തെളിവുകൾ ഇനിയുണ്ട് നമുക്ക് പറയാൻ. പക്ഷെ പുതിയ ഉടമ്പടി ആരംഭിക്കുന്നത് ആനന്ദത്തിലാണ്, അത് ആരംഭിക്കുന്നത് മറിയത്തിലാണ്. പുതിയ ഉടമ്പടി അവസാനിക്കുന്നത് കർത്താവ് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും പരിശുദ്ധാത്മ വരികയും ചെയ്യുമ്പോഴാണ്. അത് മറിയത്തിൽ സംഭവിച്ചതുപോലെ സഭയ്ക്ക് സംഭവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ആനന്ദത്തിന് കാരണം മറിയമല്ലേ? ആ ആനന്ദം പരിശുദ്ധാത്മ നമുക്ക് കിട്ടിയത് കൊണ്ടല്ലേ? മറിയത്തിലേക്ക് വന്ന പരിശുദ്ധാത്മാവ് നമുക്കും നൽകപ്പെട്ടത് കൊണ്ടാണ് അവള് നമ്മുടെ സന്തോഷത്തിന് കാരണമായിരിക്കുന്നത്. കാരണം നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയുന്നു. പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ നമ്മൾ ദൈവത്തിലേക്ക് തന്നെ എടുക്കപ്പെടുന്നു. ഇവിടെ ഇപ്പോ ഈ സമയത്ത് ചുരുക്കത്തില് ശരിക്കും നമ്മുടെ കാരണം മറിയമാണ്. കാരണമെന്ന് പറഞ്ഞാൽ മറിയത്തെ ദൈവം തെരഞ്ഞെടുത്തു. എന്തിന്? ദൈവത്തിന് മനുഷ്യനാക്കാൻ വേണ്ടി. അവളുടെ അടുത്ത് മാലാഖ വന്ന് പറയാണ്, ആനന്ദിച്ചാലും കർത്താവ് നിന്നോടുകൂടെ, കർത്താവ് നിന്റെ മധ്യത്തിലുണ്ട്, നിന്റെ ഉദരത്തിലുണ്ട്. അത് നമുക്ക് വേണ്ടി ആയതുകൊണ്ട്
ഈ ആനന്ദിച്ചാലും എന്ന് മറിയത്തോട് പറയുന്നത് നമുക്ക് വേണ്ടി ആയതുകൊണ്ട്, മറിയം അതിനെ സമ്മതിച്ചുകൊണ്ട് നമ്മുടെ ആനന്ദത്തിന്റെ കാരണം മറിയം തന്നെയാണ്. ഇത് തിരുവചനങ്ങളാണ്. അപ്പൊ ഈ വാഴ്ത്തുമൊഴി എന്ന് പറയുന്നത്, മറിയത്തെക്കുറിച്ച് വാഴ്ത്തുമൊഴി തീർത്തും വചനങ്ങളിൽ അടിസ്ഥാനമിട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ തിരുവചന ജപമാല നിങ്ങൾ വാങ്ങിച്ച് വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് അത് പ്രചരിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം മരിയൻ ഭക്തി എന്ന് പറയുന്നതും ജപമാല എന്ന് പറയുന്നതും അതിലത്തെ ലുത്തിനിയ എന്നൊക്കെ പറയുന്നത് തിരുവചനത്തിൽ ഇങ്ങനെ ആറാടി നിൽക്കുന്ന സംഗതികളാണ്. തിരുവചനത്തിൽ ആറാടി നിൽക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പാശ്ചാത്യ ഭക്തി മാത്രമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ഞാനിതിന്റെ പൗരസ്ത്യ ഉത്ഭവം മുഴുവൻ പറഞ്ഞു. അന്തിമ രൂപം കൊടുത്തത് പാശ്ചാത്യ സഭയിലാണെങ്കിലും അതിന്റെ തുടക്കം മുഴുവൻ പൗരസ്ത്യ സഭയിലാണെന്ന് പറഞ്ഞു. ഇത് നമ്മുടെ പൗരസ്ത്യ ദൈവശാസ്ത്രജ്ഞന്മാർക്ക് പോലും അറിയാത്ത സംഗതിയാണ്. അതുകൊണ്ടാണ് ഞാൻ തിരുവചന ജപമാല പരമാവധി പ്രചരിപ്പിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. കാരണം അത് ഉത്ഭവിച്ചത് പൗരസ്ത്യ നാട്ടിലാണ്. പാശ്ചാത്യ നാട്ടിൽ അതിന് അതിന്റെ ഒരു പൂർണ്ണത വന്നു. അപ്പൊ രണ്ട് സഭകളുടെയും കൺട്രിബ്യൂഷൻ ഈ മരിയൻ ജപമാലയിലുണ്ട്, വിശേഷിച്ച് തിരുവചന ജപമാലയിലുണ്ട്. അതുകൊണ്ട് മറിയത്തോടുള്ള സ്നേഹം, മറിയത്തോടുള്ള നമ്മുടെ ബഹുമാനം അത് പ്രചരിപ്പിക്കുന്നത് ഈ തിരുവചന ജപമാല പ്രചരിപ്പിക്കുന്നതിൽ കൂടെ ആകട്ടെ എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ തട്ടിൽ പിതാവിന്റെ എതിർ സത്യവാങ്മൂലം, അതിന്റെ നെല്ലും പതിരും നമുക്കൊന്ന് പരിശോധിക്കാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കത്തീഡ്രൽ ബസിലിക്കയുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ മുനിസിപ്പൽ കോടതിയിൽ ഈ കഴിഞ്ഞ 24/9/2025 സെപ്റ്റംബർ 24 സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് കൊടുത്തിരിക്കുന്ന കൗണ്ടർ അഫിഡവിറ്റ്, എതിർ സത്യവാങ്മൂലം, അതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. എന്റെ ഒരു ആദ്യത്തെ ഫസ്റ്റ് ഇംപ്രഷൻ പറയാം. പണ്ടത്തെ നായന്മാരെ കുറിച്ച് ഒരു ചൊല്ലുണ്ട്, ഇലക്കി നായര് മുൻപും പടക്കി നായര് പിൻപും. ഭക്ഷണം കഴിക്കാൻ ഇല ഇട്ട് കഴിഞ്ഞാൽ നായര് പെട്ടെന്ന് ഓടിയെത്തും. പടക്കി ഇല്ല, യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ നായര് ഏറ്റവും പുറകിലെ നിൽക്കും, യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. ഇത് പണ്ടത്തെ നായന്മാരെ കുറിച്ച് പറഞ്ഞിരുന്നതാണ്. ഇത് നമ്മുടെ മെത്രാന്മാർക്ക് ചേരും. ഇലക്കി അവര് മുൻപാണ്, പടക്കി അവര് വളരെ പുറകിലാണ്. വീരവാദം പറയാനൊക്കെ വലിയ വായല് ആഹ്വാനം ചെയ്യാനും ആദർശം പറയാനൊക്കെ വലിയ മിടുക്കാണ് വീരവാദം മുഴക്കൻ. കാര്യത്തോടടുക്കുമ്പോൾ വളരെ ദുർബലര്. അത് സ്നേഹത്തിന്റെ ദൗർബല്യമല്ല, മറിച്ച് ദൈവവിശ്വാസത്തിൽ വല്ലാത്ത ദാരിദ്ര്യം. പിന്നെ വളഞ്ഞ് ഒടിഞ്ഞു പോകുന്ന തരത്തിൽ എന്തോ ഒരു സാധനമാണ് അവർക്ക് നട്ടലിന്റെ സ്ഥാനത്ത് ഉള്ളത്. ഇതാണ് എനിക്ക് ആദ്യത്തെ ഒരു ഇംപ്രഷൻ. എങ്കിലും ചില നല്ല കാര്യങ്ങളൊക്കെ ഈ സത്യവാങ്മൂലത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കതൊന്ന് കേൾക്കുകയും, നിങ്ങൾ ചിലർ വായിച്ചു കാണും, ഇംഗ്ലീഷിൽ അത് വന്നിട്ടുണ്ട്. അത് വായിക്കാത്തവർക്കും പിന്നെ ഇംഗ്ലീഷ് വായിച്ചിട്ടും ചിലപ്പോൾ മുഴുവൻ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടാകില്ല, അവർക്കും വേണ്ടിയിട്ട് ഞാൻ കാര്യങ്ങൾ പറയുകയാണ്. അതിന്റെ സാങ്കേതികമായ കുറച്ച് കാര്യങ്ങളുണ്ട് ഇല്ലേ, ഒന്നാം പ്രതി, രണ്ടാം പ്രതി, അല്ലെങ്കിൽ കക്ഷി എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള സംഗതികൾ വിട്ടിട്ട് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് കിടക്കാം. സഭയിലെ പ്രശ്നങ്ങൾ ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകും. എന്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്കും സഭയിലെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കും ഇത് പെട്ടെന്ന് മനസ്സിലാകും. അല്ലാത്തവർ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം കഴിയട്ടെ എന്നിട്ട് സഭയുടെ കാര്യങ്ങൾ പഠിക്കാം എന്നൊന്നും വിചാരിക്കരുത്. നമ്മുടെ സഭയാണ്, നമ്മുടെ സഭയുടെ പ്രശ്നം നമ്മുടെ പ്രശ്നമാണ്. അത് മെത്രാന്മാരും അച്ഛന്മാരും തമ്മിൽ തീർക്കട്ടെ എന്നൊന്നും കരുതരുത്. അങ്ങനെ കരുതുന്നിടത്താണ് നമ്മുടെ പരാജയം. ഈ അഫിഡവിറ്റിൽ പറയുന്ന ഒരു കാര്യം, ക്രിസ്തീയ വിശ്വാസികളുടെ അത്യുന്നതവും അതിപരിശുദ്ധവുമായ പ്രാർത്ഥനയാണ് വിശുദ്ധമായ ഐക്യപ്പെടൽ ബ്രാക്കറ്റിൽ കുർബാന. വിശുദ്ധമായ ഐക്യപ്പെടൽ എന്ന് ഞാൻ തർജ്ജമ ചെയ്തത് ഹോളി മാസ് എന്നാണ് അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഹോളി മാസ്, മിസ എന്ന വാക്കിൽ നിന്നാണ്, ലത്തീൻ വാക്കിൽ നിന്നാണ് ഹോളി മാസ് എന്ന് വരുന്നത്. മിസ എന്ന് പറഞ്ഞാൽ ഐക്യപ്പെടലാണ്. അത് സാധാരണ ലത്തീൻ സഭയില് ദിവ്യപൂജ സമാപിച്ചു, സമാധാനത്തിന് പോവുകയും എന്ന് പറയുന്ന അതിനു വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ഈ ഹോളി മാസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഐക്യപ്പെടല്. ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഹോളി മാസ് ബ്രാക്കറ്റിൽ കുർബാന. ക്രിസ്തീയ വിശ്വാസികളുടെ
അത്യുന്നതവും അതിപരിശുദ്ധവുമായ പ്രാർത്ഥനയാണ് വിശുദ്ധ ഐക്യപ്പെടൽ എന്ന കുർബാന. സഭയ്ക്കും വിശ്വാസികൾക്കും അങ്ങേയറ്റം പ്രാധാന്യമുള്ളതാണ് പരസ്യമായ മതപരമായ ആരാധന എന്ന ലിറ്റർജി. അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാചരിക്കുന്ന വിശുദ്ധ ഐക്യപ്പെടൽ പരസ്യമായ ആരാധനയുടെ ഏറ്റവും ഉയർന്ന രൂപമാണ്. ഓരോ സ്വയാധികാര സഭയ്ക്കും അതിന്റേതായ ലിറ്റർജിയും ലിറ്റർജിയുടെ തക്സയുമുണ്ട്. ഇത്രയാണ് ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് തട്ടിൽ പിതാവ്. ഇതിനകത്തെല്ലാം വളരെ സൂക്ഷ്മമായിട്ട് വായിക്കേണ്ട സംഗതികളാണ്. എല്ലാ വാക്കിനകത്തും ഒരല്പം ഒരു കൊളുത്തിട്ടിട്ടുണ്ട്. ഒന്ന്, വിശുദ്ധ ഐക്യപ്പെടൽ എന്ന് എഴുതിയുള്ളൂ, ഹോളി മാസ്. നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ദ ഹോളി സാക്രിഫൈസ് ഓഫ് ദ ഹോളി മാസ്. ദ ഹോളി സാക്രിഫൈസ് ഓഫ് ദ ഹോളി മാസ്. ആ ഹോളി സാക്രിഫൈസ്, വിശുദ്ധ ബലി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. മനഃപൂർവ്വമാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഏതായാലും ഉപയോഗിച്ചിട്ടില്ല. അതായത് കുരിശിലെ ബലിയുമായി പരിശുദ്ധ കുർബാനയ്ക്ക് ബന്ധമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് സംശയം. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാചരിക്കുന്ന വിശുദ്ധ ഐക്യപ്പെടൽ. അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാചരിക്കുന്ന വിശുദ്ധ ഐക്യപ്പെടൽ. വിശുദ്ധ ഐക്യപ്പെടൽ എന്ന് പറഞ്ഞിട്ട് അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും കുരിശിലെ ബലിയാണെന്നോ തിരുവുത്ഥാനത്തിന്റെ വെളിച്ചത്തിലാണെന്നോ പറഞ്ഞിട്ടില്ല. ഇത് നമ്മുടെ വിമത വൈദികര് പ്രചരിപ്പിക്കുന്ന ഒരു അബദ്ധ സിദ്ധാന്തത്തിന്റെ ഭാഗമാണിത്. അതായത് ബലി, കുരിശിലെ ബലിയുമായിട്ട് ഇതിന് വലിയ ബന്ധം കാണുന്നില്ല, അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണ്, അതുകൊണ്ട് മുഖത്തോട് മുഖം ഇരിക്കേണ്ടതാണ് എന്ന മട്ടിൽ വിമത വൈദികരും മുന്നേറ്റക്കാരും പ്രചരിപ്പിക്കുന്ന ഒരു അബദ്ധ സിദ്ധാന്തത്തിന്റെ ഭാഗമാണ് ഈ ഹോളി മാസ്, വിശുദ്ധ ഐക്യപ്പെടൽ എന്ന വാക്കും അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന എന്ന വാക്കും. ഈ ഒരു സഭയുടെ തലവനായിരിക്കുന്ന ആള്, നമ്മുടെ മൊത്തം കത്തോലിക്ക സഭയുടെ തലവനായ ബെനഡിക്ട് മാർപ്പാപ്പ എഴുതിയിരിക്കുന്ന നസ്രത്തിൽ യേശു എന്ന 3 വോള്യങ്ങള് അതൊന്ന് വായിച്ചാൽ നല്ലതായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ നന്നാകും. ഇത്തരം അബദ്ധങ്ങൾ എഴുതാതിരിക്കാനും നല്ലതാണ്. അന്ത്യത്താഴത്തിന്റെ ഓർമ്മയല്ല വിശുദ്ധ കുർബാന, അന്ത്യത്താഴത്തിന്റെ ഓർമ്മയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ നിലത്തിരുന്ന് കിടന്ന് ചെയ്തേനെ. നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നൊറ്റ കാരണം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അത് തിരുവുത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തിരുവുത്ഥാനവും വിശുദ്ധ ബലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പൗലോസിലേക്ക് പറയുന്നത് നിങ്ങളെ അപ്പം മുറിക്കുമ്പോഴെല്ലാം അവന്റെ മരണം, അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുന്നതെന്നാണ്. ഇതൊക്കെയാണ് ബൈബിളും കത്തോലിക്ക സഭയുടെ മതബോധനം പറയുന്നത്. പക്ഷേ വിമത വൈദികരുടെ ദൈവശാസ്ത്രത്തിന്റെ ചുവട് പിടിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വിശുദ്ധമായ ഐക്യപ്പെടലാണ്, വിശുദ്ധ ബലി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഈ വാസ്തവത്തിൽ ഇതിപ്പോ ഒരു മുനിസിപ്പൽ കോടതി, ആ കോടതിയായിട്ട് വരുന്ന ജഡ്ജി ഏത് മതത്തിൽപ്പെട്ട ആളെന്ന് എനിക്കറിയില്ല, ഏത് ജാതിയിൽപ്പെട്ട ആളാണെന്ന് എനിക്കറിയില്ല. ആരാണെങ്കിലും ലോകത്തോട് മുഴുവൻ എന്താണ് വിശുദ്ധ കുർബാന എന്ന് പ്രഖ്യാപിക്കാൻ ഒരു ഔദ്യോഗിക രേഖയായിട്ട് വരുന്ന സംഗതിയായിരുന്നു. അപ്പൊ ഇതിനകത്ത് ആ പാരഗ്രാഫ് ഒരു അല്പം കൂടി നല്ല രീതിയിൽ എഴുതിയിരുന്നെങ്കിൽ വിജാതീയരോട് പോലും, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ദേശരാഷ്ട്രത്തോട് പോലും സുവിശേഷം എന്താണ് കുർബാന എന്നത് വളരെ നന്നായിട്ട് പ്രഖ്യാപിക്കാമായിരുന്നു. ഇത് ഈ വിശുദ്ധ ഐക്യപ്പെടലും പിന്നെ അന്ത്യത്താഴത്തിന്റെ ഓർമ്മയുമായിട്ട് വിശുദ്ധ കുർബാനയെ ചുരുക്കിക്കളഞ്ഞു. ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നുണ്ട്, കർത്താവ് ഉത്ഥാനം ചെയ്തില്ലായിരുന്നെങ്കിൽ വിശുദ്ധ കുർബാന ഉണ്ടാകുമായിരുന്നില്ല. പൗലോസിലേക്ക് പറയുന്നു ഇത് അവന്റെ മരണത്തിന്റെ പ്രഖ്യാപനമാണ്. എങ്ങനെയാണ് ഈ അന്ത്യത്താഴത്തിന്റെ ഓർമ്മയായി ഇതിനെ മാറ്റിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ത്യത്താഴത്തിന്റെ ഓർമ്മയല്ലെന്ന് ബെനഡിക്ട് മാർപ്പാപ്പ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരു പുസ്തകം വായിച്ചിട്ടില്ല, വായിച്ചാൽ തന്നെ മനസ്സിലായിട്ടില്ല. മനസ്സിലായാൽ പോലും മറ്റൊരിടത്ത് പറയാനോ കോടതിയോട് പറയാനോ അവർക്കത് വരുന്നില്ല, അവരെ വായിൽ വരുന്നില്ല, മനസ്സിൽ വരുന്നില്ല. പിന്നെ വത്തിക്കാൻ ഒരു കൊട്ടു കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. വത്തിക്കാന് ഞാൻ ആ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം. ക്രിസ്തീയ വിശ്വാസികൾ അത്യുന്നതും അതിപരിശുദ്ധമായ പ്രാർത്ഥനയാണ് വിശുദ്ധ ഐക്യപ്പെടൽ ബ്രാക്കറ്റിലെ കുർബാന. സഭയ്ക്കും വിശ്വാസികൾക്കും അങ്ങേറ്റം പ്രാധാന്യമുള്ളതാണ് പരസ്യമായ മതപരമായ ആരാധന ലിറ്റർജി. അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാചരിക്കുന്ന വിശുദ്ധ ഐക്യപ്പെടൽ പരസ്യമായ ആരാധനയുടെ ഏറ്റവും ഉയർന്ന രൂപമാണ്. ഓരോ സ്വയാധികാര സഭയ്ക്കും അതിന്റേതായ ലിറ്റർജിയും ലിറ്റർജിയുടെ തക്സയുമുണ്ട്. ഓരോ സ്വയാധികാര സഭയ്ക്കും സൂയി യൂരി സഭ. ഇവിടെയാണ് വത്തിക്കാൻ ഒരു കൊട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടേത് സൂയി യൂരി സഭയാണ്. അതായത് സ്വന്തമായ നിയമങ്ങളാൽ ഭരിക്കപ്പെടുന്ന സഭ എന്നാണ് അതിന്റെ അർത്ഥം. സൂയി യൂരി, സ്വന്തമായ നിയമങ്ങളുള്ളത്. ഞങ്ങൾക്ക് സ്വന്തമായ നിയമങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ അത് അത്ര കണ്ട് ഇടപെടണ്ട. ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ സ്വയം അധികാര സഭയാണ്. ഇനി ഞങ്ങൾക്ക് സ്വയം അധികാരം, സ്വന്തമായ നിയമങ്ങളുള്ള സഭയാണെങ്കിലും അത് പാലിക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല.
നിയമസംഹിത ഉണ്ടെങ്കിലും നിയമം പാലിക്കാതെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വതന്ത്ര സമൂഹമാണിത് ഞങ്ങളുടേത്. ഇതാണ് സ്വാതന്ത്ര്യത്തിന്റെ ഈ പരകോടി എന്ന് പറയുന്നത്. നിയമങ്ങൾ ഉണ്ടെങ്കിലും അത് പാലിക്കാതിരിക്കുക. ഈ ട്രാഫിക് നിയമങ്ങൾ ഉണ്ടെങ്കിലും അത് പാലിക്കാത്ത ലോകത്തിലെ ഏക ദേശരാഷ്ട്രമാണ് ഭാരതം. ആ ഭാരതത്തിൽ ഉത്ഭവിച്ച സഭയാണ്. നിയമങ്ങൾ ഉണ്ടെങ്കിലും ട്രാഫിക് നിയമം ഉണ്ടെങ്കിലും ഞങ്ങൾ പാലിക്കാറില്ല. ഇതുപോലെ സഭയിലെ നിയമങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ പാലിക്കാറില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്ത്യൻ സംസ്കാരം അറിയാത്തത് കൊണ്ടാണ് വത്തിക്കാൻ നിയമങ്ങൾ പാലിക്കണം എന്ന് പറയണേ. ഞങ്ങൾക്കൂടെ നിയമങ്ങൾ ഉണ്ടെങ്കിലും അത് പാലിക്കാറില്ല. ഇനി പാലിക്കണമെങ്കിൽ തന്നെ ചിലർക്ക് പാലിക്കണം, ചിലർക്ക് പാലിക്കണ്ട. അതായത് പാവപ്പെട്ടവരൊക്കെ നിയമം പാലിക്കണം, പണക്കാരും കയ്യൂക്കുള്ളവരും പാലിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ ഞങ്ങളുടെ സഭ. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നിയമങ്ങളുണ്ട്. അത് പാലിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സ്വതന്ത്ര സഭയായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ നിയമങ്ങൾ പാലിക്കാനുള്ളതല്ല, ലംഘിക്കാനുള്ളതാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു സ്വതന്ത്ര സഭയാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് വത്തിക്കാൻ ഞങ്ങളുടെ കാര്യത്തിൽ വലിയ കൈകടത്തൽ വേണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വത്തിക്കാൻ എന്തുകൊണ്ടാണ് ഇടപെടാത്തതെന്ന്. വത്തിക്കാൻ ഒരു തീരുമാനമെടുത്താൽ നടപ്പാക്കേണ്ടത് മെത്രാന്മാരാണ്. ഒരു മാർപ്പാപ്പ 4 പ്രാവശ്യം ഒരേ കാര്യം ആവശ്യപ്പെടേണ്ടി വരുന്നത് തന്നെ തെറ്റ്. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ ഏത് സഭയും നടപ്പാക്കിയിരിക്കും. ഒരു മാർപ്പാപ്പ 4 പ്രാവശ്യം പറഞ്ഞിട്ടും അത് നടപ്പാക്കാനായിട്ട് കൈമെയ് അനക്കാത്ത ഒരു മെത്രാൻ സിനഡാണ് സീറോ മലബാർ സഭയ്ക്കുള്ളത്. അതുകൊണ്ട് ഇനി വത്തിക്കാൻ ഇനിയും നാണം കെടാൻ തയ്യാറല്ല. നമുക്ക് സഭയ്ക്ക് ഈ പട്ടാളവും പോലീസും ഇല്ല. അതേസമയം മെത്രാന്മാര് വിചാരിച്ചാൽ നടപ്പാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ മെത്രാന്മാരത് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇനിയും വത്തിക്കാൻ നാണം കെടാൻ തയ്യാറല്ല. മെത്രാന്മാർ എന്ന് തയ്യാറാകുമ്പോൾ മാർപ്പാപ്പയെ ബഹുമാനിക്കാൻ അന്ന് വത്തിക്കാൻ ഇടപെടും. ഇത് നമുക്ക് സങ്കടകരമായ കാര്യമാണ്. പക്ഷേ എങ്ങനെയാണ് വത്തിക്കാൻ ഇനിയും നാണം കെടുക? എത്ര മെത്രാന്മാർ രാജിവെപ്പിച്ചു? എത്ര പ്രാവശ്യം പറഞ്ഞു ഇത് നിയമങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണമെന്ന്? 4 പ്രാവശ്യം ഒരു മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. എന്നിട്ടും അത് നടപ്പാക്കാൻ മെനക്കെടാത്ത, അതിലൊരു നാണം തോന്നാത്ത, ലജ്ജിക്കാത്ത ഒരു സഭാ നേതൃത്വമാണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് വത്തിക്കാൻ ഉടനെ ഇടപെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. മാത്രമല്ല സഭയുടെ കൂടെ നിൽക്കുന്നെന്ന് വിചാരിക്കുന്നവർ പോലും സഭയുടെ കൂടെയല്ല. അപ്പൊ നമുക്ക് ദൈവം ഇടപെടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റും. അടുത്ത പാരഗ്രാഫ്, സത്യവാങ്മൂലത്തിലെ അടുത്ത പാരഗ്രാഫ്. ആരാധനയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിയമങ്ങളുണ്ട്. പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാനോൻ നിയമത്തിന്റെ പ്രാരംഭ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: ലിറ്റർജിയുടെ തക്സിലെ നിർദ്ദേശങ്ങളിലേക്ക് പലപ്പോഴും കാനോൻ നിയമം കൈചൂണ്ടുന്നെങ്കിലും ലിറ്റർജിയുടെ കാര്യങ്ങൾ മിക്കപ്പോഴും നിശ്ചയിക്കുന്നത് കാനോൻ നിയമം അല്ലാത്തതിനാൽ കാനോൻ നിയമത്തിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളെല്ലാം ശുഷ്കാന്തിയോടെ പാലിക്കണം. CCEO C3 പൗരത്വ സഭകൾക്ക് വേണ്ടി കാനോൻ നിയമം. അതിനാൽ ആരാധനയുടെ നിയമങ്ങൾ വിശേഷത എങ്ങനെ ആയിരിക്കണമെന്നത് ലിറ്റർജിയുടെ തക്സയിൽ എഴുതിയിരിക്കുന്നത് പോലെ പാലിക്കേണ്ടതാണ്. തക്സ എന്ന് ഞാൻ പറഞ്ഞത് ടെക്സ്റ്റ് എന്ന വാക്കിന്റെ മലയാളമാണ് ഞാൻ തക്സ കൊടുക്കുന്നത്. ആരാധനയുടെ നിയമങ്ങൾ വിശേഷത എങ്ങനെ ആയിരിക്കണമെന്നത് ലിറ്റർജിയുടെ തക്സയിൽ എഴുതിയിരിക്കുന്ന പോലെ പാലിക്കേണ്ടതാണ്. തക്സയിൽ എഴുതിയിരിക്കുന്നത് വ്യതിചലിക്കാൻ പാടില്ല. വിശേഷിച്ച് തിരുക്കർമ്മത്തിന്റെ രൂപം അതെങ്ങനെ ആചരിക്കണമെന്ന് ഇത്രയും എഴുതി നന്നായി. തട്ടിൽ പിതാവിനൊരു കൺഗ്രാറ്റുലേഷൻസ്. തക്സയിൽ നിന്ന് വ്യതിചലിച്ച് ചൊല്ലുക എന്ന ഫാഷനാണ് പല വൈദികരുടെയും പല മെത്രാന്മാരുടെയും രീതി. തക്സയിൽ പ്രിന്റ് ചെയ്തതുപോലെ അല്ല ചൊല്ലുക. അങ്ങനെ ചൊല്ലിയാൽ എന്തൊരു നാണക്കേട് പോലെയാ. എന്റെ ക്രിയേറ്റിവിറ്റി, എന്റെ സർഗാത്മകത നഷ്ടപ്പെട്ടു പോകുമോ? കർത്താവും സ്ലീഹന്മാരും സഭാപിതാക്കന്മാരും പറഞ്ഞ വാക്കുകൾ വെളിച്ചത്തിലാണ് പ്രാർത്ഥനകള്. അവർക്ക് മാത്രമല്ലല്ലോ സർഗാത്മകത, എന്നിലും പരിശുദ്ധാത്മാവില്ലേ എന്നൊരു അഹങ്കാരം അച്ഛന്മാർക്കുണ്ട്. അതുകൊണ്ട് തക്സയിലുള്ള പ്രാർത്ഥനയോ തക്സയിൽ പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളോ അനുഷ്ഠിക്കുന്നത്, ചൊല്ലുന്നത് അച്ഛന്മാർക്ക് ഒരു കുറച്ചിൽ പോലെയാ. സർഗാത്മകത കുറഞ്ഞു പോകുന്നുള്ള കുറച്ചില്ല. പക്ഷെ അത് പാടില്ല. അതിലെങ്ങനെ ചൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതുപോലെ ചെല്ലണമെന്ന് കോടതിയോട് പറഞ്ഞത് നന്നായി. കോടതിക്കെങ്കിലും മനസ്സിലാവട്ടെ, അച്ഛന്മാർക്ക് മനസ്സിലായില്ലെങ്കിലും. പിന്നെ കുറെ മെത്രാന്മാരുണ്ട് ഈ തക്സയിൽ അച്ചടിച്ച പോലെ ഒന്നല്ല അവർ ചൊല്ലുന്നേ. പാട്ടുകളാണെങ്കിലും ചിലര് ഇല്ലേ അങ്ങനെ പാടരുതെന്ന് മൈക്കിലൂടെ വിളിച്ചു പറയുന്നല്ലാതെ അതത് രൂപത്തിൽ നടപ്പാക്കാൻ ഒരു നടപടി എടുക്കില്ല. ഇതാ ഞാൻ പറഞ്ഞത്, വീരവാദം അടിക്കാൻ വലിയ മിടുക്കരാ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ. സ്വന്തം രൂപതയിലും അതുപോലെ മറ്റു രൂപതകളിലും അത് നടപ്പാക്കാനായിട്ടുള്ള നടപടികൾ എടുക്കണ്ടേ? സിനിമ പാട്ട് പോലത്തെ പാട്ട് പാടില്ലെന്ന് അനൗൺസ് ചെയ്യുകയാണോ വേണ്ടത്? എന്റെ രൂപത്തിൽ വേണ്ട എന്ന് കർശനമായ നിയമം കൊണ്ടുവരുവാണോ വേണ്ടത്? അടുത്ത പാരഗ്രാഫ്, ലിറ്റർജിയുടെ നിയമങ്ങളും പുസ്തകങ്ങളും സംബന്ധിച്ച് കാനോൻ നിയമം 110:1 ഇങ്ങനെ പറയുന്നു: പാത്രിയാർക്കൽ സഭകളിൽ ആ പാത്രിയാർക്കൽ സഭയെ ബാധിക്കുന്ന നിയമനിർമ്മാണത്തിലുള്ള പരമാധികാരം കാനോൻ 150:1, 2, 3 പ്രകാരം നിയമത്തിന്റെ പ്രാബല്യമുള്ള നിയമനിർമ്മാണത്തിന്
പരമാധികാരം തന്നെ ഉള്ളത് മെത്രാൻ സിനഡിന് മാത്രമാണ്. മെത്രാൻ സിനഡ് നിയമമായി പാസാക്കിയ ലിറ്ററേച്ചർ നിയമങ്ങൾ സാർവത്രികമായി സാധുവായതും അച്ചടക്കത്തെ സംബന്ധിച്ച നിയമങ്ങൾ ആ പാത്രിയാർക്കിക് സഭയ്ക്കുള്ളിൽ മാത്രം ഉള്ളതുമാണ് എന്നാണ് കാനൻ നിയമം 150(2) പറയുന്നത്. അതായത് ചുരുക്കം ഇത്രയാണ്, ഈ ലിറ്റർജിയെ സംബന്ധിച്ച് നിയമനിർമ്മാണത്തിലുള്ള അധികാരം മെത്രാൻ സിനഡിനാണ്. ലിറ്റർജിയെ സംബന്ധിച്ച് മെത്രാൻ സിനഡ് എടുക്കുന്ന തീരുമാനം ആഗോളമാണ്. അച്ചടക്കം സംബന്ധിച്ചുള്ളത് ആ പാത്രിയാർക്കിക് സഭയുടെ ഉള്ളിൽ മാത്രമാണ്. അപ്പോൾ ലിറ്റർജിയെ സംബന്ധിച്ച് മെത്രാൻ സിനഡിനാണ് പരമാധികാരം. ലിറ്റർജിയെ സംബന്ധിച്ച് അത് മെത്രാൻ സിനഡ് അംഗീകരിച്ചാലും പരിശുദ്ധ സിംഹാസനം അത് പെറൂസ് ചെയ്യണം, മാർപ്പാപ്പ അംഗീകരിക്കണം. അപ്പൊ മെത്രാൻ സിനഡിനാണ് തീരുമാനമെടുക്കൽ അധികാരം. ഇതാണ് പറയുന്നത്. അപ്പൊ മെത്രാൻ സിനഡിന് അധികാരമുണ്ടെന്ന് സമർത്ഥിച്ചതും കോടതിയിൽ അത് സത്യവാങ്മൂലം കൊടുത്തതും നന്നായിരിക്കുന്നു. അത് നല്ല കാര്യമാണ്. ഈ വിമതോളികൾ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടല്ലോ, വിമതന്മാരും മുന്നേറ്റക്കാരും, അതാണ് വിമതോളികൾ. അവര് പറയുന്നത് സിനഡിനൊന്നും അധികാരമില്ലെന്നും അവർ മെത്രാൻ സിനഡിനെ അംഗീകരിക്കുന്നില്ലെന്നാണ് പറഞ്ഞു നടക്കണേ. എന്നിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഈ മെത്രാൻ സിനഡും മെത്രാന്മാരും അവരെ ചേർത്ത് പിടിക്കാൻ പോകുന്നു എന്നുള്ളത് ഒരു മറുവശം. അവർ തിരുത്താനോ അവരോട് അനുസരിക്കണമെന്ന് പറയാനൊന്നും തയ്യാറാകാതെ അവർക്ക് വഴങ്ങി കൊടുക്കുന്ന ഒരു രീതി, അതിപ്പോ കുറെ കൊല്ലായി നമ്മളിങ്ങനെ തുടങ്ങിയിട്ട് നമുക്കത് എളുപ്പത്തിൽ തീർക്കാൻ കഴിയില്ല. കാരണം ഇവരെ ട്രാക്കിലേക്ക് വീഴുന്നവരെയാണ് അവർ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരണേ. അല്ലാതെ സത്യം, നീതി, സ്നേഹം, സുവിശേഷം, കാനൻ നിയമം അങ്ങനെയുള്ള കാര്യങ്ങളോടല്ല. ഈ ഒരു ട്രാക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പാറക്കാട്ടിൽ പിതാവ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാ. അതായത് വത്തിക്കാനെ കബളിപ്പിക്കുക, വത്തിക്കാനെ ലംഘിക്കുക, വത്തിക്കാൻ അനുസരിക്കാതിരിക്കുക, നമ്മൾ സ്വതന്ത്രമായിട്ട് സംഗതികൾ ഉണ്ടാക്കുക, എന്നിട്ട് നമ്മുടേതായ പൂജാ കർമ്മങ്ങൾ ഉണ്ടാക്കുക. അതിലേക്ക് അങ്ങ് വീണിരിക്കുകയാണ് മഹാഭൂരിപക്ഷം നടന്ന മെത്രാന്മാരും. അപ്പൊ 10-60 കൊല്ലമായിട്ട് സീറോ മലബാർ സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് വത്തിക്കാൻ കബളിപ്പിക്കുക, സൂത്രത്തിലാക്കാന്നാണ്. ആ സൂത്രങ്ങളൊക്കെ ഈ സത്യവാങ്മൂലത്തിലും കാണാം. നമുക്കത് കാണാം. മെത്രാന്മാരുടെ സിനഡ് ലിറ്റർജിയുടെ തക്സിക്ക് അംഗീകാരം കൊടുക്കുകയും അതെങ്ങനെ ആഘോഷിക്കണം നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം സീറോ മലബാർ സഭയുടെ മെത്രാന്മാർ സംയുക്തമായി 15/12/1999 സീറോ മലബാർ സഭയിലെ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും അൽമായർക്കുമായി ഇടയലേഖനം പുറപ്പെടുവിച്ചു. അതിൽ ജനങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കേണ്ട ഏത് സമയത്താണ്, അൾത്താരിലേക്ക് തിരിഞ്ഞു നിൽക്കേണ്ട ഏത് സമയത്താണ്, ചൊല്ലേണ്ട പ്രാർത്ഥനകൾ ഏതെല്ലാമാണ് എന്നെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു. മെത്രാന്മാരുടെ ഈ തീരുമാനം ചില രൂപതകൾ നടപ്പാക്കി. എറണാകുളം, അങ്കമാലി ഉൾപ്പെടെ ചില രൂപതകൾ നടപ്പാക്കിയില്ല. മെത്രാൻ സിനഡ് തീരുമാനത്തിൽ ഒഴികഴിവ് വാങ്ങിയിട്ടാണ് ഇങ്ങനെ നടപ്പാക്കാതിരുന്നത്. ആ സ്ഥിതിവിശേഷം 2021 വരെ തുടർന്നു. ഇതാണ് 6ാമത്തെ പാരഗ്രാഫിൽ തട്ടിൽ പിതാവ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ചില നല്ല കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. 1999 ഏകീകൃത കുർബാന സംബന്ധിച്ച് തീരുമാനമെടുത്തത് എന്ന കാര്യം കോടതിയെ ഔദ്യോഗികമായിട്ട് അറിയിച്ച് നന്നായി. സഭയുടെ ഔദ്യോഗിക രേഖ ഇപ്പൊ കോടതിയുടെ രേഖയായിട്ട് മാറുമല്ലോ, അത് നന്നായി. ഇത് ഈ മെത്രാന്മാര് തീരുമാനിച്ചിട്ടില്ല. കോവിഡിന്റെ മറവിൽ 2021 മെത്രാന്മാരെ സൂത്രത്തിൽ ഉണ്ടാക്കിയതാണ്. ഭൂമി കുംഭകോണം മറയ്ക്കാൻ വേണ്ടി ആലഞ്ചേരി പിതാവ് ഉണ്ടാക്കിയ സൂത്രമാണ്. ഇതൊക്കെ ഒറ്റയടിക്ക് തട്ടിൽ പിതാവ് കോടതിന് മുമ്പൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ നുണയാണ്. കോവിഡിന്റെ മറവിൽ ചെയ്തതല്ല. ഭൂമി കുംഭകോണം എന്നുള്ള അങ്ങനെ ഒരു ഭൂമിയില്ല, കോണമില്ല, കുംഭകോണമില്ല, കുംഭമൊന്നുമില്ല. എങ്കിലും അതിന്റെ മറവിലാന്ന് പറഞ്ഞതും പച്ച നുണയാണ്, കല്ല് വെച്ച നുണയാണ്. അത് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. അത് കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. പിന്നെ മെത്രാന്മാർ അടിച്ചേൽപ്പിച്ചതാണ് അല്ല. 2021 99 തീരുമാനമാണ്. അത് സംയുക്തമായി എടുത്തതാണ്. സംയുക്ത സർക്കിൾ ഇറക്കിയിട്ടുണ്ട്. ഏകകണ്ഠേന എടുത്തതാണ്, അടിച്ചേൽപ്പിച്ചതല്ല എന്ന് കോടതിയെ രേഖാമൂലം തട്ടിൽ പിതാവ് അറിയിച്ചിരിക്കുന്നു. അത് വളരെ ഗംഭീരമായിരിക്കുന്നു. 99 മെത്രാൻ സിനഡ് എടുത്ത തീരുമാനമാണ്. അത് സഭയുടെ ഔദ്യോഗിക രേഖകളിലുണ്ട്, മാർപ്പാപ്പയുടെ ഔദ്യോഗിക രേഖകളിലുണ്ട്, പൗരത്വ സിംഹാസനത്തിനുണ്ട്, ഇപ്പൊ കോടതിക്കും കൊടുത്തിരിക്കുന്നു, ഈ സത്യവാങ്മൂലത്തിൽ കൊടുത്തിരിക്കുന്നു. അത് ഗംഭീരം. ഇപ്പോ ഇതിങ്ങനെ 2021 കോവിഡിന്റെ മറവിൽ ഭൂമി കുംഭകോണം തന്നെ മറയ്ക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവര് അത് തിരുത്തണം. അത് തിരുത്തി പരസ്യമായിട്ട് മാപ്പ് പറയണം. ഇല്ലെങ്കിൽ അവർ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോകണം. അതൊരു മിനിമം മര്യാദയാണ്. 99 മെത്രാൻ സിനഡ് ഐക്യകണ്ഠേന തീരുമാനിച്ചതാണ്. ഞാൻ നിങ്ങളോട് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കൽ പോലും 2021 വരെയുള്ള ഒരു സിനഡിലും ഒരു മെത്രാനും മറിച്ച് പുനരാലോചന ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സ്ഥലത്തും. പിന്നെ തട്ടിൽ പിതാവ് ഈ ഇടയലേഖനത്തിൽ പറയാണ്, ഈ സത്യവാങ്മൂലത്തിൽ പറയാണ്, ചില രൂപതകളിൽ നടപ്പാക്കിയില്ല. 99 തീരുമാനിച്ചെങ്കിലും
ചില രൂപതകൾ നടപ്പാക്കിയില്ല. ആ നടപ്പാക്കാത്ത രൂപതകളിലെ മെത്രാന്മാരാണ് ഇപ്പോഴത്തെ ലിറ്റർജി പ്രതിസന്ധിയുടെ ഒന്നാം പ്രതി പട്ടികയിൽ വേണ്ടത്. ഈ 99 തീരുമാനിച്ച തീരുമാനം നടപ്പാക്കാതിരുന്ന മെത്രാന്മാരാണ്. വൈദികരെ വിമതരാക്കിയത് ആ മെത്രാന്മാരാണ്. ആ മെത്രാന്മാര് മാർപ്പാപ്പയെയും മെത്രാൻസിന്റെ തീരുമാനത്തിൽ ലംഘിച്ചത് വളരെ ഗൗരവമായ തെറ്റാണ്. ആ മെത്രാന്മാരിൽ പലരും ഇപ്പോഴും ഉണ്ട് മെത്രാന്മാരായിട്ട്. ഈ മുന്നേറ്റക്കാർ എന്ന ജാര സന്തതികൾ ജനിപ്പിച്ചതും ഈ മെത്രാന്മാരാണ്. പക്ഷെ അവരൊരു ന്യായം ഒരു ന്യായം പറയുന്ന സത്യവാങ്മൂലത്തില് ഒഴുകഴിവ് വാങ്ങിയെന്ന്. അതായത് 99 തീരുമാനം ഓരോ രൂപത്തിലും പല രൂപം നടപ്പാക്കിയില്ല, അതിൽ ഒഴുകഴിവ് വാങ്ങി. ഇത് മെത്രാന്മാരുടെ അജ്ഞതയിലേക്കും അതുപോലെ തന്നെ അജ്ഞതയിലേക്ക് മാത്രമല്ല അവരുടെ ഒരു ധാർഷ്ട്യത്തിലേക്കും കൈചൂണ്ടുകയാണ്. അജ്ഞത എന്ന് പറയുന്നത് എന്താണ്? ഒഴികഴിവ്. ഒരു രൂപതയ്ക്ക് മൊത്തമായിട്ട് കൊടുത്താൽ, ഒഴികഴിവ് കൊടുത്താൽ അത് ഒഴികഴിവാകുമോ? അത് നിയമാവില്ലേ? അതുപോലെ അനിശ്ചിത കാലത്തേക്ക് കൊടുക്കാൻ പറ്റുമോ? ഇതിന് വ്യക്തത വരുത്തിയത് അത് മെത്രാന്മാർ വിചാരിച്ചിരുന്നത് എന്ത് തീരുമാനിച്ചാലും എന്റെ രൂപതയിൽ ഞാൻ തോന്നിയ പോലെ ചെയ്യുമെന്ന്, അതിനുള്ള പരമാധികാരം എനിക്കുണ്ടെന്ന അജ്ഞത മെത്രാന്മാർക്കുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് 99 തീരുമാനിക്കുമ്പോൾ ഒരു ഒപ്പിടും, എന്നിട്ട് പുറത്ത് വന്നിട്ട് ആ ഒപ്പിട്ടിന് നേർ വിപരീതം ചെയ്യും. ഇങ്ങനെ സർക്കാരിനോടും പണ്ട് ചെയ്തിട്ടുണ്ട്. KT തോമസ് ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. അതായത് AK ആന്റണിയുടെ കാലത്ത് മെത്രാന്മാരെ വെച്ചിട്ട് AK ആന്റണി ഇവരെ ഒപ്പ് വാങ്ങിച്ചില്ല. പുറത്ത് കടന്നിട്ട് മെത്രാന്മാര് തീരുമാനം മാറ്റി. ഈ സ്വാശ്രയ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. അപ്പൊ KT തോമസ് ജഡ്ജി പറഞ്ഞു, മെത്രാന്മാരൊരു കാര്യം പറയുന്നു, AK ആന്റണി വിപരീതം, അതിന് നേർ വിപരീതം പറയുന്നു. AK ആന്റണി പറയുന്നതാണ് സത്യമെന്ന് വിചാരിക്കാനാണ് മനുഷ്യർക്ക് തോന്നണേ. നമ്മുടെ മെത്രാന്മാരെ കുറിച്ച് ഒരു സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞ കാര്യം പറഞ്ഞേ. അതായത് ഒപ്പിടുക, അതിന് നേർ വിപരീതം ചെയ്യുക. ഒരു മനസാക്ഷിക്കടി അതിനകത്തില്ല. അതിന് അവർ പറഞ്ഞ ന്യായം, ഞങ്ങൾക്കുള്ള അധികാരമുണ്ട്, ഒപ്പിടാനും ലംഘിക്കാനും അധികാരമുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയ അധികാരം? അജ്ഞതയായിരുന്നു. അതിന് വ്യക്തത വരുത്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഒഴികഴിവ് എന്ന് പറഞ്ഞാൽ അത് നിയമമാക്കാൻ പറ്റില്ല. ഒഴികഴിവ് എന്ന് പറയുന്നത് ഏതെങ്കിലും കുറച്ച് പേർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം കുറച്ച് നാളത്തേക്ക്, ഈ 3 കാര്യങ്ങൾ എല്ലാവർക്കും അല്ല, ഒരു രൂപതയ്ക്ക് മൊത്തമല്ല, കുറച്ച് പേർക്ക് കുറച്ച് കാലത്തേക്ക് കൊടുക്കുന്ന ഒരു ഒഴികഴിവ്, ചില പ്രത്യേക സാഹചര്യങ്ങളാൽ അങ്ങനെയാണ് ഒഴികഴിവ് കൊടുക്കാൻ പറ്റുക. അല്ലാതെ നിയമം മൊത്തം ഒഴികഴിവാക്കി മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഒഴികഴിവ് നിയമമാക്കാൻ പാടില്ല. ഇതിന് വ്യക്തത വരുത്തിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്താണ്. കാരണം ലോകത്തൊരു സ്ഥലത്ത് ഇങ്ങനെ നടക്കില്ല. നമ്മുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പോഴാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ വത്തിക്കാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഒഴികഴിവ് നിയമമാക്കാൻ കഴിയില്ല. ഒരു മെത്രാനും ഒരു രൂപതയ്ക്ക് മൊത്തമായി ഒഴികഴിവ് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് കരിൽ പിതാവിനെ രാജിവെപ്പിച്ചത്. വേറെ രൂപത്തിൽ അങ്ങനെ കൊടുത്തു, പക്ഷെ ആ പിതാവ് പെട്ടെന്ന് തിരുത്തി, അല്ലെങ്കിൽ ആ മെത്രാൻ രാജിവെക്കേണ്ടി വന്നേനെ. ചുരുക്കത്തില് ഒഴികഴിവ് കൊടുക്കുക എന്നുള്ളതിന്റെ എന്താണ് അതിന്റെ അർത്ഥമെന്ന് മെത്രാന്മാർക്ക് അറിയില്ലായിരുന്നു, അജ്ഞത. 2, എനിക്കങ്ങനെ എല്ലാ രൂപത്തിലും മൊത്തം കൊടുക്കാൻ കഴിയുമെന്നൊരു ധാർഷ്ട്യം മെത്രാന്മാർക്കുണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങളും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് തിരുത്തപ്പെട്ടു. അപ്പോഴാണ് ഇപ്പൊ പെട്ടുകിടക്കുന്നത്. മെത്രാന്മാര് പെട്ടുകിടക്കുന്നത് ഇതിലാണ്. ഈ നിയമം കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ടും ഞങ്ങൾക്ക് നിയമത്തെ ലംഘിക്കാനുള്ള അധികാരമുണ്ടെന്ന് തോന്നിയത് കൊണ്ടുമാണ് മെത്രാന്മാര് 99 തീരുമാനം നടപ്പാക്കാതിരുന്നത്. ആ തീരുമാനം അങ്ങനെ നടപ്പാക്കാതെ പോകരുത്, നടപ്പാക്കാണ്ടിരിക്കുന്നത് മാർപ്പാപ്പയ്ക്കെതിരായി തെറ്റാകുമെന്ന് പറഞ്ഞ എന്നെ ധിക്കാരിയായിട്ടും അനുസരണക്കേടുള്ളവനായിട്ടും മുദ്രകുത്തി പ്രചരിപ്പിച്ചു. ഇപ്പോഴും കുറെ പേര് അത് വിച്ഛേദിക്കുന്നു. മാർപ്പാപ്പയെ അനുസരിക്കണമെന്ന് പറഞ്ഞ ഞാൻ ധിക്കാരിയും മാർപ്പാപ്പയെ ധിക്കരിച്ചുകൊണ്ടിരിക്കുന്നവര് സഭയുടെ ആളുകളുമായിട്ട് മാറി. ഈ ഒരു വൈപരീത്യം അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ലിറ്റർജി ക്രൈസ്റ്റ് വന്നത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഞാൻ എന്തിനു വേണ്ടിയാണോ പട്ടം കിട്ടുന്നതിന് മുമ്പ് തൊട്ട് വാദിച്ചിരുന്നത് അത് നടപ്പായത് മാത്രമല്ല, ഞാൻ പറഞ്ഞതാണ് ശരി, മാർപ്പാപ്പയെ അനുസരിക്കണം, ഞാൻ പറഞ്ഞതാണ് ശരി, മാർപ്പാപ്പയെ ധിക്കരിക്കാമെന്ന് മെത്രാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് തെളിഞ്ഞു. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷമുള്ളവനാണ്. ലിറ്റർജിയുടെ ക്രൈസിസ് ഒക്കെ ഉള്ളത് നടക്കാൻ എനിക്ക് സങ്കടമുണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞത് മാർപ്പാപ്പ അംഗീകരിച്ചു വന്നു എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷമുണ്ട് എനിക്ക്. അടുത്തത്, സിനഡ് 1999 എടുത്ത തീരുമാനം നടപ്പാക്കണമെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 2021 ജൂലൈ 7 ആഹ്വാനം ചെയ്തു. ഇത് നമ്മുടെ തക്സയിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വട്ടോളിക്ക് കൊടുത്ത മറുപടിയിൽ അത് അങ്ങനെ തന്നെ വായിച്ച് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. പിന്നെ വീണ്ടും
തട്ടിൽ ബാബ എഴുതിയിരിക്കുകയാണ്. അതിനുശേഷം മെത്രാൻമാരുടെ സിനഡ് ഈ തക്സയും ആചാരരീതികളും അംഗീകരിച്ചുകൊണ്ട് ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുക്കുകയും സീറോ മലബാർ സഭയുടെ തലവൻ കാനൂൻ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് 27/8/2021 അത് പ്രാബല്യത്തിലാക്കിക്കൊണ്ട് ഡിക്രി പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇത് ആലഞ്ചേരി പിതാവ് ചെയ്തതാണ്. അത് നമ്മുടെ തക്സയിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ വായിച്ച് അതിന്റെ വ്യാഖ്യാനം ഇംഗ്ലീഷിലാണ് അത് വായിച്ചു. ഈ വട്ടോളിക്ക് കൊടുത്ത മറുപടി കഴിഞ്ഞ ആഴ്ച കൊടുത്തിരുന്നു. നിങ്ങളതെല്ലാം കണ്ടിട്ടുണ്ട്. ഈ ലിങ്ക് ആണ്. ഈ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പ്രചരിപ്പിച്ചവർക്ക് ഒരു മറുപടിയാണ് തട്ടിൽ പിതാവ് കൊടുത്തിരിക്കുന്നത്. മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, മാർപ്പാപ്പ കൃത്യമായിട്ട് രേഖാമൂലം കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടാണ് നൽകിയതെന്ന് ഇപ്പൊ കോടതി അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് എന്ന് പ്രചരിപ്പിച്ചവര് ഒന്നുകിൽ മാപ്പ് പറയണം, അല്ലെങ്കിൽ സഭ അവരെ കത്തോലിക്ക സഭ പുറത്താക്കണം. അതാണ് ഈ കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തത് വിശ്വസിച്ചുകൊണ്ടാണ്, ഉള്ളറിഞ്ഞിട്ടാണ് തട്ടിൽ പിതാവ് ചെയ്തതെങ്കിൽ ഈ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണം. അപ്പോഴാണ് ഈ കോടതിക്ക് കൊടുത്ത സത്യവാങ്മൂലത്തിന് ബലമുണ്ടാകൂ, ഇല്ലേ, അത് ശരിയാകൂ, സത്യമാകൂ. അടുത്തത്, കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി സംബന്ധിച്ച് സിനഡ് 2021 എടുത്ത തീരുമാനം സീറോ മലബാർ സഭയുടെ 35 രൂപതയിൽ 34 യൂറോപ്പിലെ അപ്പസ്തോലിക വിസിറ്റേഷനിലും നടപ്പാക്കി. ചില മേഖലയുടെ എതിർപ്പ് കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഈ അതിരൂപതയിൽ നിലനിൽക്കുന്ന അതുല്യമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് 2024 ജൂൺ 14-നും 19-നും മെത്രാൻ സിനഡ് കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതി സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കുകയും അത് 2024 ജൂൺ 21 സിനഡാനന്തര സർക്കുലർ അറിയിക്കുകയും ചെയ്തു. ഇതേക്കുറിച്ചുള്ള ഒരു വിശദീകരണ കുറിപ്പ് 2024 ജൂലൈ 1 നൽകി. അതനുസരിച്ച് എല്ലാ ഇടവകളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ ചൊല്ലേണ്ടതും തൽക്കാലത്തേക്ക് ഇപ്പോഴുള്ള തൽസ്ഥിതി തുടരാവുന്നതുമാണ്. ഇതൊരു താൽക്കാലിക സംവിധാനം മാത്രമാണെന്ന് സിനഡ് കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അന്തിമ ലക്ഷ്യം സഭയിലാകെ ഏകീകൃത കുർബാന നടപ്പാക്കുക എന്നുള്ളതാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമ്മളിത് ചർച്ച ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ തട്ടിൽ പിതാവ് മനഃപൂർവ്വം വിട്ടുകളഞ്ഞിട്ടുണ്ട്. ഏതാണത്? നമ്മുടെ മെത്രാൻ സിനഡ് എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്ന് ഇതിനകത്ത് എഴുതിയിട്ടില്ല. അത് 2024 ജൂൺ 9 പുറപ്പെടുവിച്ച സർക്കുലറാണ്. ആ സർക്കുലർ ഉണ്ടാകാൻ കാരണം എന്താണ്? മെയ് മാസത്തിൽ ഇവരെല്ലാവരും കൂടി മാർപ്പാപ്പയെ കാണാൻ പോയി. മാർപ്പാപ്പയും പരിശുദ്ധ സിംഹാസനമൊക്കെ നിർദ്ദേശിച്ചതനുസരിച്ച് ഒരു സർക്കുലർ, ഏറ്റവും ശക്തമായ സർക്കുലർ 2024 ജൂൺ 9 ഇറക്കിയിരുന്നു. അതോടെ പരാമർശിച്ചിട്ടില്ല. അതിനുശേഷം ജൂൺ 14-നും 19-നും കൂടി ഓൺലൈൻ സിനഡ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ജൂലൈ 1 കൊടുത്തിരിക്കുന്ന ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന രേഖ തട്ടിൽ പിതാവ് എഴുതിയിട്ടില്ല. അത് കോടതിയിൽ കൊടുത്തിട്ടുണ്ടാവില്ലേ? ആരെങ്കിലും ഇതിന് എതിർകക്ഷികളായി നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ രേഖ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കണം. ആരാണ് കേസിന് പോയിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൽ നിങ്ങൾ ആരും കക്ഷി ചേരുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബസലിക്കയില് വലിയ വക്കീലുമാരൊക്കെ ഉണ്ട്. നിങ്ങളൊരു കേസിൽ കക്ഷി ചേർന്നിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ജൂൺ 9 സർക്കുലർ, അതാണ് മാർപ്പാപ്പയുടെ എടുത്തു പോയിട്ട് അതിനകത്ത് അങ്ങനെ വളരെ ശക്തമായ തീരുമാനങ്ങളാണ്. ആ സർക്കുലർ കണ്ടപ്പോഴാണ് വിമതരും മുന്നേറ്റക്കാരും അനുസരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നത്. 200ഓളം വൈദികർ അനുസരിക്കാൻ തയ്യാറായി വന്നത്. എന്നിട്ട് അത് അട്ടിമറിച്ചു. അത് ഈ മെത്രന്മാരൊക്കെ തന്നെയാണ്, കുറച്ചു പേര്, എല്ലാവരും ഒന്നുമല്ല. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ മനഃപൂർവ്വം ഇതില് കോടതിയിൽ കൊടുത്തിട്ടില്ല. എന്തിനാ? നിങ്ങൾക്കറിയാം, ഈ വിമതരും മുന്നേറ്റക്കാരും പറയുന്ന ഇതുപോലെ ചെയ്യാനാണ് ഇപ്പോഴത്തെ സഭാ നേതൃത്വം താല്പര്യം. അതുകൊണ്ട് വിമതർക്കും മുന്നേറ്റക്കാർക്കും അനുകൂലമായ രേഖകൾ മാത്രം കോടതി ഹാജരാക്കുക, പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ രേഖ ഹാജരാക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ഒരു ഇരട്ടത്താപ്പ് ഇതിനകത്തുണ്ട്. 9, പലവിധ കാരണങ്ങളാൽ ലിറ്റർജിയുടെ കാര്യത്തിലുള്ള അച്ചടക്കമില്ലായ്മ മൂലം ഈ തീരുമാനവും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പൂർണ്ണമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് പറ്റിയില്ല എന്ന് മെത്രന്മാർ എഴുതാണ് വേണ്ടത്. ഞങ്ങളുടെ ഈ ദൗർബല്യം കാരണം, ഞങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസക്കുറവ് കാരണം, സഭാ പാരമ്പര്യത്തിലുള്ള താല്പര്യത്തിൽ വലിയ കുറവ് കാരണം, സഭയുടെ പാരമ്പര്യങ്ങളുടെ സ്നേഹമില്ലായ്മ കാരണം നടപ്പാക്കാൻ പറ്റിയില്ല എന്നാണ് എഴുതേണ്ടിയിരുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ എഴുതില്ലല്ലോ, സത്യം പറയില്ലല്ലോ, അങ്ങനെ വളച്ചു കെട്ടിയല്ലേ കാര്യങ്ങൾ പറയുള്ളൂ. 2025 ജനുവരി 11 മേജർ ആർച്ച് ബിഷപ്പിനെയും അദ്ദേഹത്തിന്റെ വികാരി മെത്രാപ്പൊലീത്തയും ഈ അതിരൂപതയുടെ ഭരണം ഏൽപ്പിച്ചു. അതോടെ ഈ അതിരൂപതയിലെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം അവസാനിച്ചു. 2024 ജൂലൈ 1 നൽകപ്പെട്ട കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. 2024 ജൂലൈ 1 നൽകപ്പെട്ട കുറിപ്പ്, വിശദീകരണ കുറിപ്പ്, ഇപ്പൊ അതാണ് ആധാരം.
ഓൺലൈൻ സിനഡ് കൂടിയിട്ട് ഉണ്ടാക്കിയ ഒരു സംഗതിയും പിന്നെ ഈ കുറിപ്പുമാണ് ഇപ്പൊ ആധാരം. വത്തിക്കാനിൽ പോയിട്ട് മാർപ്പാപ്പയെ കണ്ട് പരിശുദ്ധ സിംഹാസനത്തെ കണ്ട് സഭയുടെ ഏറ്റവും ഉന്നത അധികാരികൾ മുമ്പാകെ കൊടുത്ത ആ രേഖ അടിസ്ഥാന രേഖയല്ല ഇപ്പോ രേഖ. വളരെ വഞ്ചനാപരമായ കള്ളത്തരം, അല്ലെങ്കിൽ തീർത്തും വിമതർക്കും മുന്നേറ്റക്കാർക്കും അടിയറവ് വെച്ചിരിക്കുന്ന ഒരു സഭാ നേതൃത്വത്തിന്റെ രേഖയാണിത്. ഇത് വളരെ സംശയത്തോടാണ് സത്യവിശ്വാസികൾ കാണുന്നത്. പക്ഷേ ഇപ്പൊ സത്യവിശ്വാസികൾ എന്ന് പറയുന്നവരും എനിക്ക് സംശയമുണ്ട്. അതായത് സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞു നടന്ന കുറെ പേര് ഈ വിമതരെ പോലെയാണ്, മുന്നേറ്റക്കാരെ പോലെയാണ്. അവർക്കും ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു അപ്പക്കഷ്ണം ഇട്ട് കൊടുത്തു. ഒരു അപ്പക്കഷ്ണം, ഏതാണ് അപ്പക്കഷ്ണം? ഉച്ചയുറക്ക കുർബാന, 3:30 ഒരു കുർബാന. ആ എല്ലും കഷ്ണവും കടിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ എന്ന് പറയുന്നവരെ കുറച്ച് നേതാക്കന്മാര് പോയി. ഈ കിട്ടിയ എല്ലും കഷ്ണം ഉച്ച കഴിഞ്ഞ് കിട്ടിയ 3:30 കിട്ടിയ ആ ഉച്ചയിറക്ക കുർബാന എന്നാൽ എല്ലും കഷ്ണം, അത് ഞങ്ങളും കുറച്ചിട്ട് കിട്ടിയതാണ്, ഓരിയിട്ടിട്ട് കിട്ടിയതാണെന്നുള്ള മട്ടില് ഈ സഭയുടെ കൂടെ നിൽക്കുന്ന ചില ഗ്രൂപ്പുകളുടെ നേതാക്കന്മാര് ആ എല്ലും കഷ്ണത്തിന് വേണ്ടി കടിച്ചു നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോ എറണാകുളം അങ്കമാലി അതിരൂപതയില് ഇപ്പോൾ സഭയുടെ കൂടെ നിൽക്കാൻ വിശ്വാസികളില്ല. കുറച്ചുപേര് കുർബാനയ്ക്കൊക്കെ പോകുന്നുണ്ടാവും. പക്ഷെ ഈ ഒരു എല്ലും കഷ്ണം കിട്ടി കഴിഞ്ഞപ്പോൾ, 3:30 എല്ലും കഷ്ണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന്റെ പിന്നാലെ പോയിരിക്കുകയാണ് ഈ സഭയുടെ കൂടെ നിൽക്കുന്നെന്ന് വിചാരിച്ച ആ പലരും. ഞാൻ എല്ലാവരും അടച്ചാക്ഷേപിക്കുകയല്ല. അല്ലെങ്കിൽ അവരുടെ വിശ്വാസ്യത അവർ ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു എല്ലും കഷ്ണം കിട്ടിയപ്പോൾ സകലവിധ സമരമുറകളും തീർന്നു, പ്രതിഷേധങ്ങൾ തീർന്നു. ഇപ്പോ സഭാ നേതൃത്വത്തിനും മുന്നേറ്റക്കാർക്കും വിമതർക്കും വളരെ എളുപ്പമായി കാര്യങ്ങൾ. ഇനി ഒരു 10 കൊല്ലത്തേക്ക് ഇതുപോലെ ഈ ഉച്ചയിറക്ക കുർബാന ചൊല്ലുകയോ ചൊല്ലാതിരിക്കുകയോ അച്ഛന്മാർ തോന്നിയാസം പോലെ അങ്ങ് പോകും. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും പ്രതികരിക്കുമെന്ന് എനിക്കിപ്പോൾ പ്രതീക്ഷയില്ല. അല്ലെങ്കിൽ മറിച്ച് അവർ തീരുമാനിക്കുന്ന ദിവസം ഉണ്ടാകണം. അത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കാം. തോമാസിയുടെ മകനായിട്ട് മാറും ഞാനിപ്പോ. ഇനിയിപ്പോ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റൂ. കാരണം ഇതുവരെ വിശ്വസിച്ചിട്ട് മുഴുവൻ ഈ കബളിപ്പിക്കലാണ് വിമതരുടെ രീതിയായിരുന്നേ, മുന്നേറ്റക്കാരുടെ രീതിയായിരുന്നേ. സഭയുടെ കൂടെ നിൽക്കുന്നവരുടെ രീതിയും അങ്ങനെയാണോ എന്നുള്ള സംശയത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുക. 10. ഈ സന്ദർഭത്തിൽ സമാധാനവും ഐക്യതയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി നീണ്ടു പോകുന്ന വിവാദങ്ങൾക്ക് അവസാനമുണ്ടാക്കാൻ വേണ്ടി 2025 ജൂൺ 26 മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പൊലീത്തയും ഒരു സംയുക്ത സർക്കിൾ പുറപ്പെടുവിച്ചത് ശരിയാണ്. അതിന്റെ പ്രയോഗ ഭാഗത്ത് ഇങ്ങനെ പ്രഖ്യാപിച്ചിരുന്നു: അതിരൂപതയിൽ ഏകീകൃത കുർബാന നടക്കുന്ന ഇടവകളിൽ പ്രായോഗിക പ്രശ്നം ഉടലെടുത്താൽ 2024 ജൂൺ 14-19 തീയതിയിൽ ഓൺലൈൻ സിനഡിന്റെ തീരുമാനവും 21-6-24 സർക്കുലർ, 2024 ജൂലൈ 1 വിശദീകരണക്കുറിപ്പ് എന്നിവയുമാണ് പിന്തുടരേണ്ടത്. വളരെ വിവാദപരമായ 10ാം നമ്പർ, ഈ സമവായ സർക്കിളിലെ 10ാം നമ്പർ. അതായത് എവിടെയെങ്കിലും പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അപ്പൊ ഞങ്ങള് ഈ ഏകീകൃത കുർബാന നടക്കുന്ന പള്ളികളിലും ഈ പറഞ്ഞ ജനാഭിമുഖ കുർബാന നടപ്പാക്കി തരും എന്നുള്ള വകുപ്പാണ് ഈ പറയണേ. ഇതിന്റെ ചരിത്രം നമുക്കറിയാം. മെത്രാന്മാരുടെ കഴിവില്ലായ്മയെ കോടതിയെ അറിയിക്കുന്ന രേഖയായിട്ട് അതിനെ കണ്ടാൽ മതി. പിന്നെ ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. മാർപ്പാപ്പി അംഗീകരിക്കാതെ മാർപ്പാപ്പയുടെ കൽപ്പനകൾ സൂത്രത്തിൽ ലംഘിക്കാൻ സൂയിയൊരു സഭകൾ എങ്ങനെ ശ്രമിക്കുന്നുവെന്ന് പഠിക്കാനുള്ള ഏറ്റവും നല്ല പാഠപുസ്തകമായിട്ട് മാറിയിരിക്കുകയാണ് സീറോ മലബാർ സഭ. മാർപ്പാപ്പയുടെ കൽപ്പനകൾ സൂത്രത്തിൽ ലംഘിക്കാൻ സൂയിയൂരി സഭകൾ എങ്ങനെ ശ്രമിക്കുന്നുവെന്ന് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാതൃക, ഏറ്റവും നല്ല പാഠപുസ്തകമായിട്ട് ചരിത്രത്തിൽ സീറോ മലബാർ സഭ സ്ഥാനം പിടിക്കും. ഇപ്പോഴുള്ള സകല മെത്രാന്മാരുടെ പേരുകളും അതിൽ രേഖപ്പെടുത്തും. ഇനി ആരും രേഖപ്പെടുത്താൻ തയ്യാറല്ലെങ്കിൽ എനിക്ക് ആയുസ്സും ആരോഗ്യം കർത്താവ് തരികയാണെങ്കിൽ ഞാൻ ഈ സഭ ചരിത്രം എഴുതും. ഇപ്പം ഒരുപാട് നാളായല്ലോ ഞാനിത് ഇടപെട്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ പേര് സഹിതം ഞാൻ എഴുതും. സിനഡിലെ രേഖകളൊക്കെ അവര് ഹാജരാക്കിക്കോട്ടെ, ചരിത്രം ഞാൻ എഴുതും. അതായത് മാർപ്പാപ്പിയെ ലംഘിക്കാൻ സൂയിയൂരി സഭകൾ എങ്ങനെ ശ്രമിക്കുന്നു, സൂത്രത്തില് ശ്രമിക്കുന്നു. അതിനുള്ള നല്ല പാഠപുസ്തകമായിട്ട് നമ്മുടെ സീറോ മലബാർ സഭ മാറും. പിന്നെ ഇങ്ങനെയൊക്കെ ഈ സമവായ സർക്കിളും മറ്റതൊക്കെ എഴുതിയെങ്കിലും എന്താണ് നടപ്പായതെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. മേജർ ആർച്ച് ബിഷപ്പോ വികാരി മെത്രാപ്പൊലീത്ത പറഞ്ഞതുപോലെയാണോ കാര്യങ്ങൾ നടന്നേ? അല്ലല്ലോ. മുന്നേറ്റക്കാരൻ പറഞ്ഞതുപോലെയല്ലേ? എന്നിട്ട് എല്ലാ പള്ളികളിലും നടന്നോ? ഇല്ല. എന്നിട്ട് ആരെങ്കിലും ചോദ്യം ചെയ്തോ? ഇല്ല. ഏതെങ്കിലും മെത്രാന് ഒരു സങ്കടം വിഷമം ഉണ്ടായോ? ഇല്ല. ഗംഭീരായിരിക്കുന്നു, ഗംഭീരം. സത്യവാങ്മൂലം ഇങ്ങനത്തെ 100 എണ്ണം കൂടി കൊടുക്കുക എല്ലാ കോടതികളിലും. അവസാനത്തെ പാരഗ്രാഫ് അതനുസരിച്ച് ഞായറാഴ്ചയിൽ കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃതയിൽ ചൊല്ലേണ്ടതാണ്. 2025 ജൂലൈ മുതലാണ് ഇത് പ്രാബല്യത്തിലാക്കിയത്.
അതനുസരിച്ച് രാവിലെ 5:30-നും 10:30-നും ഇടയിലോ ഉച്ച കഴിഞ്ഞ് 3 മണിക്കും 3:30-ക്കും 6-നും ഇടയിലോ ആയിരിക്കും ഏകീകൃത കുർബാന. എവിടെയെങ്കിലും അങ്ങനെ ചൊല്ലിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒക്കെ 3:30-ക്കല്ലേ. ഒരു കുർബാന മാത്രമുള്ള പള്ളികളിൽ ഒന്നിടപെട്ട ഞായറാഴ്ചകളിൽ ഏകീകൃത കുർബാന ചൊല്ലണം. ഞാൻ ആ സമവായ സർക്കിളിൽ അത് കണ്ടില്ല, പിന്നീട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. സിനഡ് മറ്റൊരു തീരുമാനം എടുക്കുന്നത് വരെ ഇത് തുടരുന്നതാണ്. അതായത് അടുത്തൊരു 10 കൊല്ലത്തേക്ക് ഈ സിനഡ് തീരുമാനിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. 10 കൊല്ലത്തേക്ക് ഇങ്ങനെ പോട്ടെ. അപ്പൊ ഇപ്പോഴത്തെ ഈ കൊമ്പത്തുള്ള കുറച്ച് വിമതര് ചത്തുപോകുമെന്ന് അവർ വിചാരിക്കുന്നു. ആര്? മെത്രമാര്. അവര് ചാവാൻ സാധ്യതയില്ല. പിന്നെ മുന്നേറ്റക്കാരെ കുറച്ചുപേര് ചത്തുപോകാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ചിലപ്പോ 99-ൽ തീരുമാനിച്ച 2020 നടപ്പാക്കിയതുപോലെ 2020 തീരുമാനിച്ചത് 2031 അല്ലെങ്കിൽ 2041 നടപ്പാക്കാം. അന്നത്തെ മെത്രമാര് വേണമെങ്കിൽ നടപ്പാക്കിക്കോട്ടെ എന്നാണ് ഇപ്പോ ചില മെത്രമാര് ഉപദേശം കൊടുത്തിരിക്കുന്നതും ഇപ്പോ ഈ സത്യവാങ്മൂലത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നതും. മുകളിൽ പറഞ്ഞ കാരണങ്ങളാൽ പരാതിക്കാരനായ കത്തീഡ്രൽ ബസിലിക്കൽ വികാരിക്ക് 2025 ജൂൺ 26 നൽകിയ രീതിയിൽ മാത്രമേ കുർബാന അർപ്പിക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ അവിടെ ഒരു സമവായ മാർഗരേഖ അനുസരിച്ച് ഉച്ച കഴിഞ്ഞ് 3:30-ക്ക് ഒരു കുർബാന ചൊല്ലാം. കത്തീഡ്രൽ ബസിലിക്കയില് ഉച്ച കഴിഞ്ഞ് 3:30-ക്ക് ഒരു കുർബാന ചൊല്ലാം. ആ മുന്നേറ്റക്കാരന്റെ തീരുമാനം നടപ്പാക്കാൻ വേണ്ടിയാണ് തട്ടിൽ പിതാവ് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. കാര്യം മനസ്സിലായി നിങ്ങൾക്ക്? നമ്മൾ ഇത്ര നേരം പറഞ്ഞതിന്റെ ചുരുക്കം തന്നെ മനസ്സിലായി. ഈ ചരിത്രത്തിന്റെ കത്തീഡ്രൽ ബസിലിക്കയില് ഉച്ച കഴിഞ്ഞ് 3:30-ക്ക് ഒരു ഏകീകൃത കുർബാന അപ്പുറത്ത് വികാരിച്ചനെ തോന്നിയാൽ, അദ്ദേഹം പിക്നിക്കിന് പോയില്ലെങ്കിൽ, ഉച്ച കഴിഞ്ഞ് അവിടെ മാവേലി വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിംസിന്റെ ഏതെങ്കിലും പരിപാടി ബസിലിക്കയിൽ വെച്ചിട്ടില്ലെങ്കിൽ, ഏകീകൃത കുർബാനയ്ക്ക് 2-3 പേര് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തോന്നിയാൽ ഉറക്കത്തിൽ എഴുന്നേറ്റാൽ ഒരു കുർബാന ചൊല്ലാം. അതാണ് കോടതിയെ ഈ തട്ടിൽ പിതാവ് അറിയിച്ചിരിക്കുന്നത്. 2022 പരിശുദ്ധ സിംഹാസനം കൊടുത്തൊരു നിർദ്ദേശമുണ്ട്. മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക പള്ളിയാണ് കത്തീഡ്രൽ ബസിലിക്ക. അവിടെ ഏകീകൃത കുർബാന മാത്രമേ അർപ്പിക്കാവൂ എന്ന് 2022 പരിശുദ്ധ സിംഹാസനം ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. സെമിനാരികളിലും ഫോർമേഷൻ ഹൌസുകളിലും, പ്രത്യേകിച്ച് ഇവിടെ കത്തീഡ്രൽ ബസിലിക്ക എന്ന് പറഞ്ഞാൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക പള്ളിയാണ്. അവിടെ മറ്റൊരു തരത്തിലും കുർബാന പാടില്ല, ഏകീകൃത കുർബാനയെ പാടുള്ളെന്ന് പരിശുദ്ധ സിംഹാസനം കൊടുത്തിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർപ്പാപ്പ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട, പരിശുദ്ധ സിംഹാസനം ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട, ഞങ്ങൾ സൂയി യൂരിസ് ആണ്, സ്വയം അധികാരമുള്ള സഭയാണ്. അങ്ങനെ സ്വയം അധികാരമുള്ള സഭ സ്വയം എന്ത് ചെയ്യും? നിയമങ്ങൾ ലംഘിക്കും. അത് നിങ്ങൾ ചോദിക്കാൻ വരണ്ട. ഞങ്ങള് വേറെ സഭയല്ലേ, പൗരത്വ സഭകളല്ലേ. ഇപ്പൊ പൗരത്വ സഭകൾ എന്ന് പറഞ്ഞിട്ടും വന്നിരിക്കുകയാണ് സ്വയാധികാര സഭ എന്ന് പറഞ്ഞു വന്നിരിക്കുക, മാർപ്പാപ്പയെയും പരിശുദ്ധ സിംഹാസനത്തെയും സൂത്രത്തിൽ കബളിപ്പിക്കാനായിട്ട്. സ്വന്തം ഔദ്യോഗിക പള്ളിയില്, മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക പള്ളിയില് ഒരു തോന്നിവാസ കുർബാന ചൊല്ലാനായിട്ടാണ് കോടതി അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സഭയുടെ തലവൻ ഒരു മുനിസിപ്പൽ കോടതിയില് സത്യവാങ്മൂലം കൊടുത്തിരിക്കുക. നമ്മൾ എന്താ ഇതിന് മറുപടി പറയാ? ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. പണ്ട് എന്റെ അടുക്കല് ഒരു ചെറുക്കൻ കൗൺസിലിംഗിന് വന്നു. അവന്റെ പ്രശ്നം സംസാരിക്കാൻ മുഴുവനും തെറിയാണ് പറഞ്ഞത്. എപ്പോഴും തെറി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിരിക്കുന്ന എല്ലാ തരം തെറികളും. അപ്പൊ എന്താണ് ഈ പയ്യന്റെ പ്രശ്നം? അപ്പൊ നമുക്കൊന്നും ഈ ഒരു കൗൺസിലിംഗ് മനസ്സിലാക്കാൻ പ്രയാസം വരുവാണല്ലോ. അപ്പൊ ഞാൻ അവനോട് അവന് തെറി വരുന്നൊക്കെ ഒന്ന് എഴുതി വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ സമയം കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ അവൻ 4 പേജ് തെറി എന്ന് പറഞ്ഞാൽ തെറി തന്നെയാണ്. പക്ഷേ തെറി പറഞ്ഞിരിക്കുന്ന മുഴുവൻ അവന്റെ അമ്മയ്ക്കെതിരെയാണ്, സ്വന്തം അമ്മയ്ക്കെതിരെ. അപ്പൊ എനിക്ക് അത്ഭുതമായി. സ്വന്തം അമ്മയ്ക്കെതിരെ നമ്മൾ കേട്ടിരിക്കുന്ന സകല തെറികളും. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് അമ്മയോട് ഇത്ര ദേഷ്യം? അങ്ങനെ കുറെ കഴിഞ്ഞിട്ടാണ് അവൻ പറഞ്ഞു, അവൻ കാണാൻ പാടില്ലാത്തൊരു കാഴ്ച കണ്ടു. അവന്റെ അമ്മ അവന്റെ അപ്പനല്ലാത്ത ഒരു പുരുഷനുമായിട്ട് കിടക്കുന്നത് കണ്ടു. അവനെ പ്രസവിച്ച അമ്മ അവന്റെ അപ്പനല്ലാത്ത ഒരു പുരുഷനുമായി കിടക്കുന്നത് അവന്റെ കണ്ണാലെ കണ്ടു. അമ്മ പിഴച്ചു പോയി. ചിലപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചതായിരിക്കാം, സ്ഥിരമായിട്ടൊന്നും സംഭവിച്ചതാകണമെന്നില്ല. പക്ഷേ അവന്റെ കാഴ്ചപ്പാടിൽ അമ്മ പിഴച്ചു പോയി. അമ്മയെ മാറ്റാൻ പറ്റുമോ? നമ്മുടെ അപ്പനോ അമ്മയോ പിഴച്ചു പോയാൽ നമുക്ക് നമ്മുടെ അപ്പനമ്മയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പനമ്മയ്ക്ക് നമ്മളെ ക്രിയേറ്റ് ചെയ്യാം, മക്കളെ ക്രിയേറ്റ് ചെയ്യാം, ദൈവം അനുവദിച്ചാല്. നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ അപ്പനമ്മയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? സൃഷ്ടിക്കാൻ പറ്റുമോ? ജനിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മുടെ അപ്പനോ അമ്മയോ പിഴച്ചു പോയാൽ നമുക്ക് പിന്നെ എന്താണ് ഒരു മാർഗം?
സഹിക്കല്ലാതെ വേറെ എന്താണ് മാർഗം? ചിലപ്പോൾ നമ്മൾ വായിൽ കയറി വരും. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോ നമ്മൾ ഈ ഒരു അവസ്ഥയിലാണ്. വിവരവും കഴിവുമില്ലാത്ത ഒരു അപ്പനാണെന്ന് വിചാരിക്കുക. പിഴയ്ക്കുകൂടി ചെയ്താലോ? അങ്ങനെ പിഴച്ചു പോയാൽ മക്കളുടെ മുമ്പിൽ ഒരൊറ്റ ചോയ്സേ ഉള്ളൂ: സഹിക്കുക. ആ സഹനത്തില് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്ന് എനിക്ക് മുഴുവൻ ദിവസം കോൺഫറൻസ് ആയിരുന്നു, പകല് മുഴുവൻ. ഞാൻ തിരിച്ച് മുറിയിൽ വന്നപ്പോൾ ഒരു മെസ്സേജ് കിടക്കണം. ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഒരു കുറിപ്പാണ്, ഒരു ചെറിയൊരു കഷ്ണം. അതിനകത്ത് മന്നത്ത് പത്മനാഭന്റെ നിരീക്ഷണം എന്നാണ്. മന്നത്ത് പത്മനാഭന്റെ നിരീക്ഷണം നായന്മാരുടെ വലിയ നേതാവാണ്. പിഴച്ച നായരും നശിച്ച നസ്രാണിയും മുടിഞ്ഞ മുസ്ലിമും അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു. പിഴച്ച നായരും നശിച്ച നസ്രാണിയും മുടിഞ്ഞ മുസ്ലിമും അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് നായന്മാരൊക്കെ എടുത്ത നിലപാടിന്റെ വെളിച്ചത്തിലായിരിക്കാം ഈ കുറിപ്പ് വന്നിട്ടുണ്ടാകുക, എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വട്ടോളിക്കുള്ള നല്ല ഉത്തരമാണ്. നശിച്ച നസ്രാണി കമ്മ്യൂണിസ്റ്റ് ആവും. നശിച്ച നസ്രാണി, ഇതാണ് വട്ടോളിക്ക് സംഭവിച്ചത്. നശിച്ച നസ്രാണി കമ്മ്യൂണിസ്റ്റും മാവോയിസ്റ്റൊക്കെ ആയി. ദൈവമില്ല. ഈ കുർബാന എന്ന് പറയുന്നതും അതുപോലെ തന്നെ സഭ എന്ന് പറയുന്നതൊക്കെ ഒരു സാമൂഹിക സംഘടനയാണ്. ദരിദ്രരെ കുറച്ച് സഹായിക്കാൻ, പൈസ കൊണ്ട് സഹായിക്കാൻ. അതിപ്പോ കട്ടെടുത്ത പണം തരാൻ പറ്റില്ല, നിങ്ങൾ ശരിക്കുള്ള പണം തിരിച്ചു തരണം, അപ്പൊ ഞങ്ങളത് ദരിദ്രർക്ക് കൊടുത്തോളാം എന്ന് പറയുന്ന ഒരു നശിച്ച നസ്രാണി കമ്മ്യൂണിസ്റ്റായ രീതിയാണ് വട്ടോളിയുടേത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്? താൻ രാജിവെക്കാനുള്ള കാരണമായിട്ട് 10ാമത്തെ കാരണം പറയുന്നത്, അതിൽ പത്താമത്തേതില് ഞാൻ ആദ്യത്തെ ഭാഗം മാത്രം വായിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അൾത്താര കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്ന കുറച്ച് പേരുണ്ട്. വട്ടോളിയുടെ വാക്കുകളാണ്. ബസിലിക്കയുടെ അൾത്താര തല്ലി തകർത്ത് ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾ അവർ ചെയ്തത് സിനഡിന്റെ മെത്രാന്മാരുടെ പിന്തുണ കൊണ്ട് മാത്രമാണ്. മെത്രാന്മാർ പിന്തുണച്ചതുകൊണ്ട് ഭരണകൂടം എല്ലാ ഒത്താശയും അവർക്ക് ചെയ്തു കൊടുത്തു. ഇത്രയാണ് 10ാമത്തെ കാരണത്തിന്റെ ആദ്യത്തെ ഭാഗം വട്ടോളി എഴുതിയിരിക്കുന്നത്. ആ വാചകങ്ങൾ നോക്കിയാൽ നമ്മൾ അതിനകത്തൊരു പോസിറ്റീവ് എലമെന്റ് ഉണ്ട്. സഭയോടൊപ്പം മാർപ്പാപ്പയോടൊപ്പം നിൽക്കുന്ന കുറച്ച് പേരുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എന്ന് അംഗീകരിച്ചു. വട്ടോളി അംഗീകരിച്ചിരിക്കുന്നു. കുറച്ച് പേരുണ്ട് സഭയോടൊപ്പം നിൽക്കാൻ, മാർപ്പാപ്പയോടൊപ്പം നിൽക്കാൻ, ഈ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിൽക്കാൻ കുറച്ച് പേരുണ്ട് എന്ന് വട്ടോളി സമ്മതിച്ചിരിക്കുന്നു. അവരെല്ലാം ഇപ്പൊ പിൻവലിഞ്ഞു പോയി ഇല്ലേ? ഈ ഞാൻ പറഞ്ഞല്ലോ, ഒരു 3:30 ഒരു എല്ലും കഷ്ണം ഇല്ലേ, ഏകീകൃത കുർബാന എല്ലും കഷ്ണം കിട്ടിയപ്പോൾ അത് കടിച്ചു പറിച്ച് അത് ആര് കുറച്ചിട്ടാണ് കിട്ടിയത് എന്നുള്ള ചർച്ചയിൽ ഈ സഭയുടെ കൂടെ നിൽക്കുന്ന കുറെ പേര് പോയി. ഇപ്പൊ കുറച്ചു പേര് ഈ 3:30 കുർബാനയ്ക്ക് പങ്കെടുക്കാനൊക്കെ പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ അവർ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അച്ഛനോട് പറയും, ഇങ്ങനെ 3:30 കുർബാനയല്ല, ഷെഡ്യൂൾഡ് കുർബാന വേണം എന്ന് പറയാൻ കൂടി വേണം പോകേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതാരെങ്കിലും പറയുന്നുണ്ടോ? പറയാൻ ധൈര്യമുണ്ടോ? പറഞ്ഞാൽ പ്രശ്നമാകോ? അച്ഛന്മാരെ ശാപം കിട്ടുമോ? ഇങ്ങനെയൊക്കെ വിചാരിച്ച് പോകുന്നവരുണ്ടെങ്കിൽ അവര് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടാവില്ല. ഈ അച്ഛന്റെ ശാപത്തിനാണ് വിശ്വസിക്കുന്നത്, ദൈവത്തിൽ അല്ല വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ സഭയുടെ കൂടെയെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാകുമോ? കാര്യം ഉണ്ടാകില്ല. വട്ടോളി പറയാണ്, ബസിലിക്കൽ അൾത്താര തല്ലി തകർത്തു. വെറുതെ പോയിട്ട് തല്ലി തകർക്കുകയായിരുന്നു വട്ടോളി. എന്താണ് അവിടെ അതിന്റെ സന്ദർഭം പറയാതിരുന്നേ? വട്ടോളിയുടെ കൂട്ടുകാരായ 33 പേര് അവിടെ അൾത്താരയില് അവിടുത്തെ അന്നത്തെ വികാരിച്ചിന് അനുവാദമില്ലാതെ, വട്ടോളി ഇരിക്കുന്ന പള്ളിയിൽ വട്ടോളിയുടെ അനുവാദം ഇല്ലാണ്ട് ആരെങ്കിലും കുർബാന അർപ്പിക്കുമെന്ന് സമ്മതിക്കുമോ? ബസിലിക്കയില് അവിടുത്തെ വികാരിയച്ഛന്റെ ചാർജ് ഉണ്ടായിരുന്ന ആളുടെ അനുവാദമില്ലാതെ വട്ടോളിയുടെ കൂട്ടുകാരായ തെമ്മാടികളായ കുറച്ച് 33 പേര് അവിടെ വന്ന് റിലേ പോലെ ഒരേ ഓസ്തി ഉപയോഗിച്ച്, ഒരേ വീഞ്ഞ് ഉപയോഗിച്ച് കർത്താവായ ആ തിരുവോസ്തിയെ പിന്നെയും കർത്താവാക്കിക്കൊണ്ട് മാർപ്പാപ്പ പറഞ്ഞ അബ്യൂസീവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ തിന്മയാണ്. മാർപ്പാപ്പയ്ക്ക് മാത്രം അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന തിന്മ. അത്ര വലിയ കുറ്റകൃത്യം.
അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണിക്കൂറുകള്, രാത്രിയും പകലും. അങ്ങനെ ക്രിസ്മസിന്റെ ആ സന്ദർഭത്തില് കർത്താവിനെ അവഹേളിക്കുന്നത് കണ്ടിട്ട് സഹിക്കവയ്യാതെയാണ് കുറച്ചു പേര് ഉന്തിത്തള്ളി ആ ആൾക്കാരെ മാറ്റിയത്. അതായത് ആഭിചാര കുർബാന അവസാനിപ്പിക്കാൻ വേണ്ടി അൽമായര് ചെയ്തൊരു കാര്യമാണ്. അങ്ങനെ മെത്രാന്മാരും വൈദികരും ഈ വേദവിപരീതം അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ അൽമായർ അങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ട്രെൻഡ് സൂനോദസ് തീരുമാനിച്ചിട്ടുണ്ട്. ലാറ്ററൻ സൂനോദസ് തീരുമാനിച്ചിട്ടുണ്ട്. 1527 മറ്റോ എന്നാണ് എന്റെ ഓർമ്മ. ലാറ്ററൻ സൂനോദസ്, 4ാം ലാറ്ററൻ സൂനോദസ്, വർഷം ഞാൻ കൃത്യം ഓർക്കുന്നില്ല, മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അൽമായര് ചെയ്യണമെന്ന് സൂനോദസ് തീരുമാനിച്ച കാര്യം ചെയ്തേ. അതിന് മെത്രമാര് പിന്തുണ കൊടുത്താൽ നല്ല കാര്യമല്ലേ വട്ടോളി? അല്ലേ? മെത്രമാര് പിന്തുണ കൊടുത്തിട്ടുണ്ടല്ലോ, അത് അവനാണ് പറയേണ്ടത്, എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ മെത്രാനായിട്ടില്ല, ഞാൻ മെത്രാനല്ല. അപ്പോ ഈ ആൾക്കാരെ ഉന്തിത്തള്ളി മാറ്റിയവർക്ക് മെത്രാന്മാര് പിന്തുണ കൊടുത്താൽ ആ മെത്രാന്മാര് ചെയ്തത് ശരിയല്ലേ വട്ടോളി? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഈ ആഭിചാര കുർബാന നിർത്തലാക്കേണ്ടിയിരുന്നില്ലേ? കർത്താവിന് ഇത്രമാത്രം നിന്ദിക്കുമ്പോൾ ജനങ്ങൾക്ക് സങ്കടം വന്ന് അത് നിർത്തലാക്കിയത് നല്ല കാര്യമല്ലേ? ഇനി ഈ പള്ളി അടഞ്ഞു കിടക്കുന്നതിനെ കുറിച്ച് വട്ടോളി കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഇല്ലേ? ഷാഠ്യം മൂലം ആണ് അടഞ്ഞു കിടക്കുന്നതെന്ന്. ആരാണ് അടച്ചതെന്ന്, പള്ളി അടച്ചതെന്ന് വട്ടോളിക്ക് അറിയോ? ഞാൻ ആണ്ടസ് പിതാവിന്റെ ഒരു പ്രസ്താവന 2023 മെയ് മാസം 27 ആണ്ടസ് പിതാവ് പ്രസിദ്ധീകരിച്ച ഒരു പ്രസ്താവന ഞാൻ വായിക്കാം. ബസലിക്ക തുറക്കുവാൻ എല്ലാവരും സഹകരിക്കണം. ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത്. അന്നത്തെ കത്താണ്. എറണാകുളം കത്തീഡ്രൽ ബസലിക്ക അടച്ചുപൂട്ടിയത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ആൻഡ്രൂസ് താഴത്താണെന്നുള്ള തെറ്റായ പ്രചാരണം നടക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന നൽകുന്നത്. ബസലിക്ക വികാരിയുമായുള്ള മുൻ ധാരണ പ്രകാരം 2022 നവംബർ 27 അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ ചെന്നപ്പോൾ 46 വാഹനങ്ങളിൽ വന്നിരുന്നവരും മറ്റും ഗേറ്റ് പൂട്ടി തടഞ്ഞതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്ന് പോലീസ് ബസലിക്ക അടച്ചെങ്കിലും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അപേക്ഷ പ്രകാരം ബന്ധപ്പെട്ട സിവിൽ അധികാരികൾ ബസലിക്ക തുറക്കാൻ അനുവദിച്ചു. ഈ 46 വാഹനം വന്നിരുന്നവര് കുന്നംകുളത്തും മറ്റുള്ളതും ക്രിസ്ത്യാനികളല്ല, മറ്റ് മതസ്ഥരെയാണ് കൊണ്ടുവന്നത്. അത് വട്ടോളി ഓർക്കണം. വട്ടോളി ആർക്ക് വേണ്ടിയാണോ വാദിക്കുന്നത് ആ സമുദായത്തിൽപ്പെട്ട മതസമൂഹത്തിൽപ്പെട്ട തീവ്രവാദികളെ പോലെ പെരുമാറുന്ന മതസമൂഹത്തിൽപ്പെട്ട ആളുകളെയാണ് കൊണ്ടുവന്നത്. അല്ലാണ്ട് കത്തീഡ്രൽ ബസലിക്കയിലെ ആളുകളെയല്ല ഈ 46 വാഹനം വന്നവര്. വട്ടോളിയുടെ മാവോയിസ്റ്റും പിന്നെ മറ്റ് തീവ്രവാദികളായ മതസമൂഹങ്ങളാണ്. എന്നാൽ ബസലിക്ക തുറന്ന ഉടനെ സഭാധികാരിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി നിയമാനുസൃതമല്ലാത്ത കുർബാനകൾ ബസലിക്കയിൽ തുടർച്ചയായി അർപ്പിക്കുകയും നിയമാനുസൃതവും സാധുവുമല്ലാത്ത കുർബാന തുടർച്ചയായി അർപ്പിക്കുകയും ചില വിശ്വാസികൾ അൽത്താരിൽ കയറി അത് തടസ്സപ്പെടുത്തുകയും ചെയ്തു. ആ തടസ്സപ്പെടുത്തിയത് കറക്റ്റാണെന്ന് ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. തുടർന്നുണ്ടായ ബഹളത്തിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും പോലീസ് ഇടപെട്ട് ജനങ്ങളെ ബസലിക്കയിൽ നിന്ന് പുറത്താക്കിയത്. പിന്നീട് ബസലിക്ക അടച്ചിടുവാൻ കാരണമായത് ബസലിക്ക വികാരിയുടെയും ബസലിക്ക അഡ്മിനിസ്ട്രേറ്ററുടെയും നേതൃത്വത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഉണ്ടായ ധാരണ പ്രകാരമാണ്. ബസലിക്ക അടച്ചിടാനുണ്ടായ തീരുമാനം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അറിയുന്നത് പിന്നീടാണ്. അതിനാൽ ബസലിക്ക അടച്ചിടാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററാണ് കാരണക്കാരൻ എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. സിനഡ് തീരുമാനത്തിന്റെയും പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നുള്ള കൽപ്പനകളുടെയും മാർപ്പാപ്പ എഴുതിയ 2 കത്തുകളുടെയും അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയ നിയമന കൽപ്പനയുടെയും അടിസ്ഥാനത്തിൽ സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന അർപ്പണ രീതി മാത്രമേ ബസലിക്കയിൽ അനുവദനീയമായിട്ടുള്ളൂ. ഇത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഒരു സമവായ കുർബാന, അതായത് ഏകീകൃത കുർബാന അല്ലാതെ ഒരു ഉച്ച കഴിഞ്ഞ് 3:30 ഒരു കുർബാന ബസലിക്കയിൽ ചൊല്ലാൻ വിരോധമില്ലെന്ന് ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഇന്നത്തെ ആദ്യത്തെ ടോക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ സിംഹാസനം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മേജർ ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക പള്ളിയായ കത്തീഡ്രൽ പള്ളിയിൽ ബസലിക്കയിൽ ഏകീകൃത കുർബാന മാത്രമേ പാടുള്ളൂ. ഇത് വീണ്ടും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. സിനഡ് തീരുമാനത്തിന്റെയും പരിശുദ്ധ സിംഹാസനത്തിലുള്ള കൽപ്പനകളുടെയും മാർപ്പാപ്പ എഴുതിയ 2 കത്തുകളുടെയും അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകിയ നിയമന കൽപ്പനയുടെയും അടിസ്ഥാനത്തിൽ സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന അർപ്പണ രീതി മാത്രമേ ബസലിക്കയിൽ അനുവദനീയമായിട്ടുള്ളൂ. ഇക്കാര്യം തട്ടിൽ വിലവും മറച്ചു വെച്ചിട്ടാണ് കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. മറിച്ച് പൂർണ്ണ ജനാഭിമുഖ കുർബാന ചൊല്ലുകയാണെങ്കിൽ അത് സഭാ നിയമങ്ങൾക്ക് വിരുദ്ധവും
മാർപ്പാപ്പ തലവനായുള്ള കത്തോലിക്ക സഭയിലെ കൂട്ടായ്മയ്ക്ക് എതിരായുള്ള പ്രവർത്തനവുമാകും. ശീഷ്മ എന്നാണ് എഴുതേണ്ടത്, ശീഷ്മയുമാകും. അതിനാൽ ഏകീകൃത കുർബാന അർപ്പണ രീതി മാത്രമേ ബസലിക്ക അനുവദിച്ചിട്ടുള്ളൂ. ഈ സാഹചര്യത്തിൽ 2021 മാർച്ച് മാസത്തിൽ ബസലിക്ക ഇടവകങ്ങൾക്ക് എഴുതിയതുപോലെ ബസലിക്ക തുറന്ന് സഭ അനുശാസിക്കുന്ന രീതിയിൽ കുർബാന അർപ്പിക്കുവാൻ സഹകരിക്കണമെന്ന് ബന്ധപ്പെട്ട എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നു. സഭാ കൂട്ടായ്മയെ നശിപ്പിക്കുന്ന തെറ്റായ പ്രചാരണങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വിശ്വാസികളോടും വിനീതമായി അപേക്ഷിക്കുന്നു. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എറണാകുളം. ഇത് ആൻഡ്രസ് പിതാവ് നൽകിയിരിക്കുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ പരിശുദ്ധ സിംഹാസനം നൽകിയ നിർദ്ദേശം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇന്നത്തെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. ഇതിനെല്ലാം തമസ്കരിച്ച് പുറകോട്ട് തള്ളി ഈ വിമതരും മുന്നേറ്റക്കാരും പറയുന്ന ഉച്ച കഴിഞ്ഞുള്ള ഒരു കുർബാന 3:30 കുർബാന ബസലിക്കയിൽ നടത്തി അങ്ങനെ ഒരു 10-20 കൊല്ലം ഇനി ഇങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കുന്ന സഭാ നേതൃത്വം കർത്താവ് അവരുടെ തലയിൽ ഇടിത്തീ വീഴ്ത്തട്ടെ എന്നാണ് സഭയുടെ സ്നേഹമുള്ളവർ പ്രാർത്ഥിക്കുന്നത്. മറിച്ച് കർത്താവ് അവർ ക്ഷമിക്കുകയാണെങ്കിൽ നമുക്ക് വിരോധമില്ല. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.